നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 18:9 തിരുവചനം നമുക്ക് വായിക്കാം. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റ് മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഇന്നലെ ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു. കാരണം ഇന്നലെയാണ് ഈ ഒരു ധ്യാന ഹാള് താമരശ്ശേരി രൂപതാധ്യക്ഷനായ മാർ റെമിജിയൂസ് ഇഞ്ചനാനിയിൽ പിതാവ് വന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് വിശദീകരിച്ച് ഈ ലോകത്തിന് സമർപ്പിച്ച ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ സംബന്ധിച്ച് ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറയുന്ന ഒരു ദിവസമായിരുന്നു. കാരണം 2021 ഏപ്രിൽ 19 നമ്മുടെ എൽറുഹ ധ്യാന കേന്ദ്രം ആരംഭിക്കുക. അന്നാണ് ഈ ഒരു സെൻറ്ററിനെ ധ്യാനകേന്ദ്രമായിട്ട് പിതാവ് പ്രഖ്യാപിക്കുക. അപ്പം അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇതുപോലെ തന്നെ ഞങ്ങൾ ഈ നമ്മൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യമായി വന്നവർ ചിലപ്പോൾ കയറിയിട്ടുണ്ടാവില്ല. ഈ തൊട്ടപ്പുറത്തുള്ളൊരു ഹാളിലാണ് ശുശ്രൂഷ നടന്നിരുന്നത്. അത് 1946 സ്ഥാപിക്കപ്പെട്ട ഒരു സ്കൂളാണ്. ആ ഒരു LP സ്കൂളിൻ്റെ 2 ക്ലാസ് റൂമാണ്. ആ 2 ക്ലാസ് റൂം മാത്രം പൊളിക്കാതെ നശിപ്പിച്ച് കളയാതെ നിർത്തി, മറ്റെല്ലാം പൊളിച്ച് കളഞ്ഞു. പിന്നീട് ആ സ്കൂള് ഈ ഭാഗത്തേക്ക് മാറ്റി. ഇപ്പോഴും അവിടെ സ്കൂള് വർക്കിംഗ് ആണ്. 250ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ 1946 ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ ഈ 3 വർഷം കഴിഞ്ഞ 3 വർഷവും എൽറുഹ ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ആദ്യം നമുക്കറിയാം, ഈ വെഞ്ചരിപ്പ് നടക്കുന്ന ദിവസം തന്നെ എൻ്റെ മനസ്സിലേക്ക് മായാതെ കിടക്കുന്നത് അന്നൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണായിരുന്നു. ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് ഞാനും പിതാവും ഞങ്ങളുടെ പ്രൊഫഷണലും അങ്ങനെ കുറച്ച് അധികാരികൾ മാത്രം, ആരുമില്ലാതെ ഞങ്ങൾ മാത്രമായിട്ടാണ് ഇതിൻ്റെ ആരംഭം. ആ കൊറോണ സീസണിലാണ് ഇത് ആരംഭിക്കുക. പിന്നീട് നമുക്കറിയാം, കൊറോണ കാരണം ധ്യാനം നടത്താൻ പറ്റിയില്ല. അതങ്ങനെ അടച്ചിട്ടു. പിന്നീട് അടച്ചിട്ടാന്ന് വെച്ചാൽ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ അതേ വർഷം തന്നെ ഒക്ടോബറോടുകൂടി ചെറിയ ഗ്രൂപ്പുകൾക്കൊക്കെ പള്ളിയിലൊക്കെ പോകാം എന്നൊരു അറിയിപ്പ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മൾ 25 പേര് 30 പേരുടെയൊക്കെ ചെറിയ ധ്യാനങ്ങൾ അങ്ങനെ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. അത് 2021 ഒക്ടോബർ 10 അത് ആരംഭിച്ചത്. അങ്ങനെ ആളുകൾ 30 പേര് 25 പേര് അങ്ങനെയൊക്കെ വരാൻ തുടങ്ങി. പിന്നീട് കൊറോണ മാറുന്നതനുസരിച്ച്, നിയന്ത്രണങ്ങൾ നീക്കുന്നതനുസരിച്ച് ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കൂടി നമ്മളൊരിക്കലും ചിന്തിച്ചിരുന്നില്ല ഇത് ആ ഹാളിൽ നിറഞ്ഞ് കവിയും അത്രയധികം ആളുകളൂടെ വരുന്നൊന്നും ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. കാരണം ഇതൊരു മിഷൻ പ്രദേശമാണ് എന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുകയാണ്. താമരശ്ശേരി രൂപത നിങ്ങൾക്ക് ഒത്തിരി ദൂരെ നിന്ന് വരുന്നവരായിരിക്കാം. ധാരാളം ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ വരുന്നവരായിരിക്കാം. പക്ഷേ ഈ സ്ഥലം ക്രിസ്ത്യാനികൾ ഒട്ടുമില്ലാത്തൊരു സ്ഥലമാണ്. വെറും 30 വീട്ടുകാരാണ് 7 കിലോമീറ്റർ ചുറ്റളവിൽ ക്രിസ്ത്യാനികളായിട്ട് ഉള്ളത്. ഭൂരിഭാഗം മക്കളും ഈ അക്രൈസ്തവരായ മറ്റ് മതവിഭാഗക്കാരാണ്. അപ്പം ഇങ്ങനൊരു സെൻറ്റർ 1936 ഈ ആശ്രമം, ഇതൊരു ആശ്രമമായിരുന്നു. ഈ ആശ്രമം ഇവിടെ പണിതു. പക്ഷേ ഇതുവരെ അതിനൊരു വളർച്ചയോ ഉയർച്ചയോ ഉണ്ടായിട്ടില്ല. ഇത് ഒത്തിരി ഏക്കറുകൾ ഭൂമി ഇവിടെയുണ്ട്. പക്ഷേ ഇതിനെ ഒരു വളർത്തിയെടുക്കാനായിട്ട്
ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇവിടെ ഇല്ല, ഒരു എന്താ പറയുക, അങ്ങനെ ഒരു പാസ്റ്റർ വർക്ക് ഇവിടെ ഇല്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ വെള്ളക്ഷാമം, ഇങ്ങനെ പല രീതിയിൽ ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെയായിരുന്നു ഈ സെൻറ്റർ അല്ലെങ്കിൽ ഈ ഒരു ആലയം, സെൻറ്റർ എന്ന് വെച്ചാൽ ഈ സെൻറ്റ് പോൾ ഹൗസ് എന്ന പേരിൽ അല്ലെങ്കിൽ സെൻറ്റ് പോൾ ആശ്രമം അത് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇത് എല്ലാം കൊണ്ട് ഇത് വിൽക്കാൻ കുറേ നോക്കി, ആരും വിറ്റ് പോകുന്നില്ല. അങ്ങനെയൊക്കെ പല രീതിയിലും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ കാലഘട്ടത്തിലാണ് ഈ കൊറോണ സമയത്ത് 2020 ഒക്ടോബർ 5 എനിക്കും ജോസഫ് പറത്തപ്പള്ളി അച്ഛനും ഡിജോ പയ്യപ്പള്ളി അച്ഛനും ഞങ്ങളിവിടേക്ക് ഈ സ്ഥലമാറ്റമായിട്ട് വരിക. അങ്ങനെയാണ് അതൊരു ഉത്തരവാദിത്തത്തോടെയാണ് ഞങ്ങൾ വിട്ടത്. ഈ സെൻറ്ററിനെ ഒരു ധ്യാന സെൻറ്ററാക്കി സാധിക്കുമെങ്കിൽ മാറ്റുന്നത് നന്നായിരിക്കുമെന്നൊരു പ്രേരണ അധികാരികൾക്ക് ലഭിച്ചപ്പോഴാണ് അങ്ങനെ വിടുക. ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ ദൈവം അത് ഒരു വലിയ ദൈവത്തിൻ്റെ എന്താ പറയുക പദ്ധതി അനുസരിച്ച് ദൈവം എല്ലാം മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തുടങ്ങി ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഇന്നലെ ഈ സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ ഇവിടെയുള്ള മറ്റ് മധ്യസ്ഥ പ്രാർത്ഥനക്കാരും ശുശ്രൂഷകരും കൗൺസിലേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രായം ചെന്ന ഒരു കൗൺസിലർ രാജു എന്ന പേരുള്ള ബ്രദർ ഇന്നലെ ഈ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, അദ്ദേഹം 6 വർഷം മുമ്പ് ഇതിലൂടെ കടന്നുപോയി. ഈ റോഡിലൂടെ ആ കുരിശിൻ്റെ മുന്നിലൂടെയുള്ള വഴിയിലൂടെ 6 വർഷം മുമ്പ് കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ സെൻറ്റർ തുടങ്ങിയിട്ട് 3 വർഷം, 6 വർഷം മുമ്പ് അദ്ദേഹം അതിലൂടെ കൂട്ടുകാരുടെ കൂടെ കടന്നു പോകുമ്പോൾ, കാറിൽ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഈ കുരിശ് കണ്ടു. വലിയ കുരിശ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കുരിശ് രൂപമായിട്ടാണ് പറയപ്പെടുന്നത്. നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കണം. 1936 കുരിശ് രൂപമാണ്. ഒത്തിരിയേറെ അക്രൈസ്തവരാണ്, നമ്മേക്കാൾ കൂടുതൽ വിശ്വാസം അക്രൈസ്തവർക്കാണ്. അവർ വന്ന് കുരിശ് രൂപത്തിൽ തൊട്ടുമുത്തി അവിടെ നിയമങ്ങളൊക്കെ സമർപ്പിച്ച് ഒത്തിരി അനുഗ്രഹങ്ങളാണ് പ്രാപിച്ചുകൊണ്ടിരിക്കുക. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ കുരിശിൻ്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കണം. ഒന്നല്ലെങ്കിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പോകുമ്പോഴോ നിങ്ങൾ ആ കുരിശെടുത്ത് ആ കുരിശിൻ്റെ അടിയിൽ പോയി ആ കാലിന്മേൽ തൊട്ട് പ്രാർത്ഥിക്കണം. അത്രയും ഒരു അഭിഷേകം ആ കുരിശിൽ നിന്ന് ഒഴുകുന്നുണ്ടെന്നുള്ളത് ഒത്തിരിയേറെ പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അച്ഛനും അനുഭവവേദ്യമായ ഒരു കാര്യമാണ്. അതിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് നമുക്ക് വരും. അപ്പോൾ ഈ സഹോദരൻ പറയുകയാണ്, ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഇവരിങ്ങനെ നോക്കിയപ്പോൾ വലിയൊരു കുരിശ്. അപ്പോൾ ഈ സഹോദരൻ ഇങ്ങനെ കൂട്ടുകാരോട്, കാറിലുള്ള മറ്റ് സഹോദരങ്ങളോട് പറഞ്ഞു, ഇത് ധ്യാനമന്ദിരമാണോ? ഇങ്ങനെ ചോദിച്ചു അത്രേ. ഇതൊരു ധ്യാന സെൻ്ററാണിത്. ഒരു അദ്ദേഹത്തിന് അങ്ങനെ തോന്നുകയാണ്. അദ്ദേഹം പറയുക, ഈ കോമ്പൗണ്ട് വിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ് ഇവിടെ ഒരു വലിയൊരു ധ്യാന കേന്ദ്രമാണത്. അപ്പോൾ അന്ന് ധ്യാന കേന്ദ്രമില്ല, ഒന്നുമില്ല. ഇതൊക്കെ തുടങ്ങുന്നതിൻ്റെ 6 വർഷം മുമ്പാണ് അദ്ദേഹം ഇതിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ശക്തമായൊരു പ്രേരണ കിട്ടുകയാണ്, ഇതൊരു ധ്യാനമന്ദിരമാണെന്നുള്ളൊരു പ്രേരണ. അല്ലേ തുടങ്ങി ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽപ്പെട്ട ഒരു ധ്യാനകേന്ദ്രമാണെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ കഴിവോ ഇവിടെയുള്ള മറ്റ് റിജോച്ചിൻ്റെയോ വേറെ അച്ഛന്മാരുടെയോ അല്ല, ഞങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ദൈവത്തിൻ്റെ പദ്ധതി അച്ഛനിലൂടെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ മറ്റൊരു മനോഹരമായൊരു സംഭവം പറയാം. ഇവിടെ കഴിഞ്ഞ പെന്തക്കോസ്ത തിരുനാൾ ദിവസം ഇവിടെ നമ്മൾ പെന്തക്കോസ്തയ്ക്കാണ് ഇവിടെ നമ്മൾ ഒരേ ഒരു ജാഗരണ പ്രാർത്ഥന, എല്ലാ താമസമുള്ള ധ്യാനത്തിൻ്റെ അവസാന ദിവസം ജാഗരണ പ്രാർത്ഥനയുണ്ട് 1 മണി വരെ. പക്ഷേ പെന്തക്കോസ്ത ദിവസം രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥനയാണ്. അപ്പോൾ പെന്തക്കോസ്തയുടെ തലേ ദിവസം, അപ്പോൾ ഈ വർഷം ഈസ്റ്റർ കഴിഞ്ഞ് പിന്നീട് വന്ന പെന്തക്കോസ്തയുടെ തലേ ദിവസം ജാഗരണ പ്രാർത്ഥനയിൽ അതിന് നേതൃത്വം കൊടുക്കാമെന്ന ഒരു ബ്രദർ, ആ ബ്രദർ ഇവിടെ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, നവംബർ മാസത്തിൽ ഈ എൽറുവ ധ്യാന കേന്ദ്രത്തിന് വലിയൊരു അനുഗ്രഹം കർത്താവ് തരുന്നുണ്ട്, ഇവിടെ ഒരു ആഘോഷം നടക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട്. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു മെയ് മാസത്തിലോ മറ്റോ ആണെന്ന് പറയുക, മെയ് മാസത്തിലാണോ മറ്റത് പറയുക. ഈ നവംബറോടുകൂടി എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ ഒരു വലിയൊരു ആഘോഷം നടക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. അപ്പോൾ പിന്നീടും അദ്ദേഹം വേറെ കുറച്ച് കാര്യം കൂടി പറഞ്ഞു, അതെന്താണെന്ന് വെച്ചാൽ പറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ വേറെയും ചിലതൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ചിലത് കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു, ചിലത് വരാൻ പോകുന്നത് പറഞ്ഞു, ചിലത് നമ്മൾ മനസ്സിൽ ഊഹിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. അങ്ങനെ പക്ഷേ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെയൊരു ധ്യാന ഹാള് നവംബർ മാസത്തിലായിരിക്കും വെഞ്ചരിക്കുക എന്ന്. അന്ന് കാലത്ത് ആ നാളുകളിൽ ഒരു തരത്തിലുള്ള ചിന്ത പോലും
നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. നമ്മുടെ മനസ്സിൽ ധ്യാന ഹാളിൻ്റെ ആശയം ഉരുത്തിരിഞ്ഞ് വന്ന സമയം അത് തന്നെയായിരുന്നു. പക്ഷെ അത് നവംബറിലല്ലായിരുന്നു, എത്രയും പെട്ടെന്ന് സെപ്റ്റംബറിൽ തീർക്കുക എന്നുള്ളതായിരുന്നു. അത് തീരുമായിരുന്നു. സെപ്റ്റംബറിലേക്ക് ഞങ്ങൾ ഒരുങ്ങി, പക്ഷെ അത് തീർന്നില്ല. പിന്നെ ഒക്ടോബറിൽ തീർച്ചയായിട്ടും തീരുമായിരുന്നു, പക്ഷേ ഒക്ടോബറിൽ പിതാവിന് വരാൻ ഒഴിവില്ല. അങ്ങനെ ഒക്ടോബർ അവസാനത്തേക്ക് വെച്ചു. ഒക്ടോബർ ഏറ്റവും അവസാനത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഡേറ്റ് വെച്ചു. അപ്പോഴേക്കും പണി തീരുമായിരുന്നു, പക്ഷേ പിതാവിന് ഒഴിവില്ല. അങ്ങനെ അത് മാറ്റിവെച്ച് ആ മനുഷ്യൻ പറഞ്ഞതുപോലെ, അദ്ദേഹം മെയ് മാസത്തിൽ പറഞ്ഞതുപോലെ അത് നവംബർ മാസത്തിൽ എത്തിച്ചേരുകയാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 52-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വചനമുണ്ട്: നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗത്തിൽ ഓടുകയും വേണ്ട, കർത്താവായിരിക്കും നിൻ്റെ പിൻകാവൽക്കാരൻ. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗത്തിൽ ഓടുകയും വേണ്ട, കർത്താവായിരിക്കും നിൻ്റെ പിൻകാവൽക്കാരൻ. അതുപോലെ ദൈവം തൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ അതാത് സമയത്ത് ദൈവം പ്രവർത്തിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ തിടുക്കം കൂട്ടുമ്പോൾ അത് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ ദൈവം തക്ക സമയത്ത്, മനസ്സിലായോ, ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ ഇരിക്കുക, തക്ക സമയത്ത് അവിടെ നിന്ന് എടുത്തുയർത്തുന്ന പത്രോസ്ലീഹ പറയുന്ന വചനമാണ് ഇപ്പോൾ നിറവേറിയത്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ വീണ്ടും പറയുന്നത്, ഈ ഒരു ധ്യാന സെൻറ്ററിന് കർത്താവ് തന്ന അനുഗ്രഹം, അല്ലെങ്കിൽ ഈ ധ്യാന സെൻറ്റർ, ഇതൊക്കെ ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽപ്പെട്ടതാണ്. ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം പൂർത്തിയാകാൻ വേണ്ടി അവൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി താമസിച്ചു എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുക. നമുക്ക് തോന്നും എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണെന്ന്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃശ്ചികമല്ല. എല്ലാം ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ജെറുസലം ധ്യാനകേന്ദ്രത്തിലായിരുന്ന സമയത്ത് അവിടെ 2.5 വർഷമാണ് ഉണ്ടായത്. അവിടെ പ്രധാനപ്പെട്ട എൻ്റെ ഡ്യൂട്ടി പഠനമായിരുന്നു. മംഗലപ്പുഴ സെമിനാരിയിൽ ഈ തിയോളജി പഠിക്കാൻ, അല്ലെങ്കിൽ സ്പിരിച്വൽ തിയോളജി പഠിക്കാൻ പോവുക വരിക, അങ്ങനെ 2 ദിവസം അങ്ങനെ പോകും. ബാക്കിയുള്ള ദിവസം ഞാൻ തന്നെ തുടങ്ങിയ ഈ ഏൽറുഹ ധ്യാനം, യൂത്തിൻ്റെ ധ്യാനം, അല്ലെങ്കിൽ ഇടവക ധ്യാനം, ഗ്രൂപ്പ് ധ്യാനം, അത് നടത്തുക എന്നതായിരുന്നു എൻ്റെ ഒരു ഡ്യൂട്ടി. അപ്പോൾ അത് ഞാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ഈ ആലുവയിൽ ചെന്ന് ഈ സെമിനാരിയിൽ പഠനം കഴിഞ്ഞ് വണ്ടിയുമേ തിരിച്ചു വന്ന് വിശുദ്ധ കുർബാന ഒരു ദിവസം, അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാറ്. തിരിച്ചു വന്നതിന് ശേഷം വിശുദ്ധ കുർബാന ചെല്ലും. അങ്ങനെ പേഴ്സണലായിട്ട് വിശുദ്ധ കുർബാന ചൊല്ലി ഒരു ചെറിയ ചാപ്പലിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലൈറ്റൊക്കെ കിടത്തി ആ നിശബ്ദതയിൽ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മയക്കത്തിലിങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ മയക്കത്തിലിരിക്കുമ്പോൾ ഒരു വലിയൊരു ശബ്ദം, എന്നാലൊരു മൃദുലമായ സ്വരം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുകയാണ്: സൂപ്പർ ധ്യാനകേന്ദ്രം. ഇങ്ങനൊരു സ്വരം, അല്ലെ തുടങ്ങി ഹല്ലേലൂയ. ഇങ്ങനൊരു സ്വരം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുകയാണ്: സൂപ്പർ ധ്യാനകേന്ദ്രം. അന്ന് ഒരു ധ്യാനകേന്ദ്രത്തെ പറ്റി ചെറുപ്പം മുതൽ, അല്ലെങ്കിൽ സെമിനാരിൽ ചേരുമ്പോൾ ഒരാഗ്രഹമാണ് ധ്യാനകേന്ദ്രം തുടങ്ങണമെന്നൊക്കെ. പക്ഷേ ധ്യാനകേന്ദ്രം തുടങ്ങാൻ വെറുതെ നമുക്ക് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് പട്ടം കിട്ടി 2ാമത്തെ വർഷം ധ്യാനകേന്ദ്രമൊക്കെ തുടങ്ങാൻ പറ്റുമോ? അതൊന്നും സാധിക്കില്ലെന്ന് ഏത് പട്ടണനും നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്തയും അത് തന്നെയാണ്. അതൊന്നും ഈ അടുത്ത കാലത്തൊന്നും പറ്റില്ല. വയസ്സാം കാലത്ത് ഒരു 50, 55, 60 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ധ്യാനകേന്ദ്രം തുടങ്ങാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയുള്ള പരിശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു സ്വരം ചെവിയിൽ കേൾക്കുകയാണ്: സൂപ്പർ ധ്യാനകേന്ദ്രം. അപ്പോൾ ഞാനിത് കേട്ടിട്ട് കണ്ണ് തുറന്നു. ആരാണിത് പറഞ്ഞത്? അവിടെ നോക്കി ആരും കാണുന്നില്ല. ഒരു കുഞ്ഞ ചാപ്പലാണ്, 3 പേർക്ക് കഷ്ടിയിരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതാര് പറഞ്ഞു ഈ സ്വരം സൂപ്പർ ധ്യാനകേന്ദ്രം? ഞാൻ ആ വാക്ക് എൻ്റെ വായിലിങ്ങനെ നിറയാൻ തുടങ്ങി, സൂപ്പർ ധ്യാനകേന്ദ്രം. സ്നേഹമുള്ളവരെ, അപ്പോൾ അന്നു മുതൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയിൽ സമർപ്പിക്കും. എന്താ സമർപ്പിക്കാന്നറിയോ? കർത്താവേ, ഒരു സൂപ്പർ ധ്യാനകേന്ദ്രം തുടങ്ങാനുള്ള കൃപ തരണമേ എന്ന് കൊണ്ട് പ്രാർത്ഥിക്കും. അല്ലേ തുടങ്ങി ഹല്ലേലൂയ. അപ്പോൾ അച്ഛന്മാരിങ്ങനെ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ എന്നുള്ള ഇങ്ങനെയുള്ള ആ പ്രാർത്ഥനാ സമയത്തുണ്ട്.
ഈ പ്രാർത്ഥനാ സമയത്തും കാഴ്ചവെപ്പിൻ്റെ സമയത്തും ഞാനിങ്ങനെ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മനസ്സിൽ ഭയങ്കരമായിട്ട് അപ്പത്തോടും ഇതിനോട് ചേർത്ത് സമർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു നിയോഗമാണ്, കർത്താവേ ഒരു സൂപ്പർ ധ്യാനേന്ദ്രം തുടങ്ങാനുള്ള കൃപ തരണമേ. ഇങ്ങനെ കുർബാനയിൽ പ്രാർത്ഥിച്ച് എന്നുണ്ടായി, അധികം താമസിക്കാതെ വെറും 2-2.5 വർഷം കൊണ്ട് കർത്താവ് ഈ ഒരു വലിയൊരു കാര്യം, ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്ന് ഞാൻ കരുതിയ ആ മഹാകാര്യം ദൈവം എനിക്ക് സാധിച്ചു തരികയാണ്. വലിയ തുടങ്ങി ഹല്ലേലൂയ, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, അച്ഛൻ ഇങ്ങനൊരു ആമുഖം ഇവിടെ പറയാൻ കാരണം, ഇന്നേ ദിവസം ഇങ്ങനെ ഒരു നിങ്ങളോട് 1 മണിക്കൂർ സന്ദേശം അല്ലെങ്കിൽ വചന സന്ദേശം നൽകണമെന്ന് ആലോചിച്ചൊരുങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത് സന്ദേശമാണ് ഈ ഗ്രൂപ്പിനോട് പറയേണ്ടത്, അങ്ങനെ എന്ത് സന്ദേശമാണ് ഈ ഗ്രൂപ്പിനോട് പറയേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് കാര്യവും കർത്താവിനോട് ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് സമയമുണ്ടെങ്കിൽ, അങ്ങനെ സമയമില്ലാത്ത സമയത്തെങ്ങാനും ചിലപ്പോൾ അങ്ങനെ ഒരു ഊഹം വെച്ച് അങ്ങോട്ട് ചെയ്യും. അല്ലെങ്കിൽ എപ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ ഒരു കാര്യം നമ്മൾ എഴുതുള്ളൂ, പറയുള്ളൂ, അല്ലെങ്കിൽ വെളിപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഈ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ചില പ്രവർത്തനങ്ങൾ 4:30 മുതൽ 7 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉച്ചതിരിഞ്ഞ് 4:30 മുതൽ 7 മണി വരെ ഇരുന്ന് ചോദിച്ചത് ഒറ്റ കാര്യമുള്ളൂ, നാളെ ഇവിടെ വരുന്ന ജനത്തോട് ഇത് ഓൺലൈനായിട്ട് 10,000 ഇത് കാണുന്നുണ്ട്, ഇത് കാണുന്നവരോട് എന്താണ് പറയേണ്ടത്, എന്താണ് നീ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ പറഞ്ഞു ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ കുറേ സമയം ഇരുന്നു ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട്. ദൈവം, ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഇവിടെ വരുന്നവർക്ക് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ ദൈവം മരിച്ച ദൈവമല്ല, അവൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്. മനസ്സിലായോ? അവൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, നമ്മുടെ ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ്. വല്ല തുടങ്ങി ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കും. അതിന് നമ്മൾ സമയമെടുത്തിരിക്കണം. പെട്ടെന്ന് ഓടിപ്പോയിട്ട് ഒരു കാര്യം പറഞ്ഞു, മറുപടി കിട്ടി, തിരിച്ചു വന്നു, അങ്ങനെ ചെയ്താൽ അത് തെറ്റിപ്പോവും. ചിലപ്പോൾ നമ്മുടെ തോന്നിപ്പായിരിക്കും, ചിലപ്പോൾ ദൈവം സംസാരിക്കില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയില്ല. ദൈവത്തോട് ഇങ്ങനെ സമയം നമ്മൾ വില കൊടുക്കണം. നല്ലത് കിട്ടാൻ നമ്മൾ നല്ല വില കൊടുക്കണം, അല്ലേ? അതുപോലെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമ്മൾ കാത്തിരിക്കണം. അതിനുവേണ്ടി സമയമെടുക്കും. അതിന് നമ്മൾ സമയം കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് 5 മണി കഴിഞ്ഞു, ഒരു സ്വരം കേൾക്കുന്നില്ല. 5:30 ഒരു സ്വരം കേൾക്കുന്നില്ല. 6 മണിയായിട്ടും ദൈവം സംസാരിക്കുന്നില്ല. 6:30 ഞാൻ നോക്കിയപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനെ ഞാൻ കാതു കൂർപ്പിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ട്. ഏകാഗ്രതയിൽ ഒരു പ്രത്യേക ഒരു മെഡിറ്റേഷനാണത്, ഒരു ധ്യാനമാണത്. പരിസരബോധമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ പുറമെയുള്ളവർക്കൊക്കെ ഉറങ്ങാൻ തോന്നും. അതാണ് ഈ മെഡിറ്റേഷൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. അതിനുവേണ്ടി ഇങ്ങനെ കാതു കൂർപ്പിച്ചിരുന്ന് ഷാർപ്പ് 7 മണിയായപ്പോൾ ഒരു സ്വരം എൻ്റെ ചെവിയിൽ വന്ന് പതിക്കുകയാണ്. ആ സ്വരം ഒരു ഗാനരൂപത്തിൽ, ഒരു ഗാനമാണ്. നമുക്ക് വിശുദ്ധ കുർബാനയിലൊക്കെ വിശുദ്ധ കുർബാനയുടെയൊക്കെ എൻട്രൻസ് സോങ് ആയിട്ട് നമ്മൾ പാടുന്നൊരു പാട്ട്, അത് സ്വരമായി ചെവിയിൽ വന്ന് പതിക്കുകയാണ്. അത് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ആ പാട്ടിൻ്റെ വരികൾ എങ്ങനെയാണ്? അൾത്താരയിൽ അനുതാപമോടെ അണിച്ചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിച്ചേർന്നിടാം ബലിയേകിടാം. ഈ ഒരു പാട്ടിൻ്റെ വരികൾ ഒരു സ്വരമായി. അപ്പം ഞാൻ കണ്ണു തുറന്ന് നോക്കി. 7 മണിയായിപ്പോൾ എന്ന് പറയാൻ കാര്യം, 7 മണിക്ക് കണ്ണു തുറന്ന് നോക്കല്ല ചെയ്തത്. ഈ സ്വരം കേട്ടപ്പോൾ കണ്ണു തുറന്നു. അപ്പോൾ വാച്ചിൽ സമയം 7 മണിയാണ്. വല്ല തുടങ്ങി ഹല്ലേലൂയ. ഇത് സ്വരമായി ചെവിയിൽ വന്ന് പതിക്കുകയാണ്. ഒരു സ്വരം. ഇതിനെയാണ് ദൈവസ്വര സന്ദേശങ്ങൾ എന്നാണ് പറയുക. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ഈ ചെവിയിലൂടെ, നമുക്കൊരു ആത്മീയ ചെവി ആയിരിക്കാം, അല്ലേ? എന്തോ ആ സ്വരം നമുക്ക് ചെവിയിലൂടെ കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള മക്കൾ ഒരു പക്ഷേ ഈ ശുശ്രൂഷയിൽ കാണുന്നവരിലുണ്ടായിരിക്കാം. അങ്ങനെ ചിലരൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്, അച്ഛന് കേൾക്കാൻ പറ്റുന്നത് പോലെ എനിക്കും കേൾക്കാൻ ഇങ്ങനെ പറ്റാറുണ്ടെന്നൊക്കെ പല കൗൺസിലേഴ്സും ചില മക്കളൊക്കെ വന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും അച്ഛന് മാത്രമല്ല ആർക്കും കേൾക്കാം.
അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി നമ്മൾ സമയമെടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ 2.5 മണിക്കൂർ ഇരുന്നത് നഷ്ടമായോ? ഇല്ല. അത് ദൈവത്തിന് ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്നത്. ദൈവത്തിന് നമ്മൾ വില കൊടുക്കുകയാണ്, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട്. അപ്പോൾ കർത്താവ് വ്യക്തമായ സന്ദേശം തരികയാണ്. വിശുദ്ധ കുർബാനയെ പറ്റി നിങ്ങളോട് പറയാനുള്ള സന്ദേശം കർത്താവ് തരികയാണ്. വിശുദ്ധ കുർബാന മാത്രമല്ല, ആ പാട്ടിൻ്റെ വരികളെല്ലാം നിങ്ങൾക്കൊരു സന്ദേശമായി കർത്താവ് തരികയാണ്. മനസ്സിലായോ? ആ പാട്ടിൻ്റെ വരികളെല്ലാം നിങ്ങൾക്കുള്ളൊരു സന്ദേശമാണ്. അതിൽ ഓരോ കാര്യങ്ങൾ, ആ വരികളൊക്കെ അച്ഛൻ എഴുതി വച്ചിരിക്കുകയാണ് ഇന്നലെ ആ പാട്ട് കേട്ടുകൊണ്ട്. അപ്പോൾ അതിൽ ഓരോന്ന് പറയുന്നുണ്ട്. അതിൽ ബലിയർപ്പകനൊപ്പം ബലിയായിടാം, ബലവാന് സ്തുതി പാടിടാം, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ വരികൾ. ബലിയർപ്പകനും ബലിവസ്തുവൊക്കെ നമ്മുടെ കർത്താവ് തന്നെയാണ്. അതിനോട് ചേർന്ന് ബലിയർപ്പിക്കുക. ഇത് പറയുകയാണ്, മാനവർക്കായി ജീവൻ നൽകി മഹത്വരമാകും ബലിവേദി ആ പുണ്യസ്മരണി അർപ്പിതം ആണോ. അതിൽ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശുവിനെ പോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ ആ വരിയിൽ വന്ന് ചേരുകയാണ്. അടുത്ത് വരിക സഹോദര സ്നേഹം. ഇപ്പോൾ 2 പ്രാവശ്യം ബ്രദറും അച്ഛനോട് വിളിച്ചു പറഞ്ഞു, സഹോദരങ്ങളോട് അതികഠിനമായ വെറുപ്പിലും വിദ്വേഷത്തിലിരിക്കുന്ന മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ പരിപൂർണമായി ക്ഷമിച്ചുകൊണ്ട് വേണം ബലി അർപ്പിക്കാൻ. ആ പാട്ടിൻ്റെ വരികളാണ്. ക്ഷമിച്ചുകൊണ്ട് ഈ സ്നേഹ കൂട്ടായ്മയിൽ നമ്മൾ വരണം. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. ക്ഷമിച്ചുകൊണ്ട് ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് വരണം. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും ക്ഷമിക്കണം, എല്ലാവരോടും കരുണ കാണിക്കണം, എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്തുതിക്കണം. മനസ്സിലായോ? സ്നേഹമുള്ളവരെ, അച്ഛൻ്റെ ചില പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലരൊക്കെ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാറുണ്ട്. ചിലർ ചോദിക്കും, ഞാൻ ഈ മറ്റ് അക്രൈസ്തവരോടൊക്കെ വെറുപ്പും വിദ്വേഷമുള്ള ഒരാളാണെന്ന് ചിലർ ചിന്തിക്കും. എന്നാലൊരു മനുഷ്യൻ വന്നിട്ട് അങ്ങനെ പറഞ്ഞു, അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം അവിടുന്ന് കൊണ്ടൊക്കെ ഓരോന്ന് കേട്ട്, അല്ലെങ്കിൽ ഈ അച്ഛൻ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് കേൾക്കാതെ അതിനെ ഇങ്ങനെ എന്താ പറയുക, ഇതുപോലെ ഡിസ്റ്റോർട്ടഡ് ചെയ്യാന്ന് പറയില്ലേ, അതിനെ വളച്ചൊടിക്കുക. നമ്മൾ പറഞ്ഞൊരു കാര്യത്തെ വളച്ചൊടിച്ച്, നമ്മുടെ മനസ്സിലുള്ളത് വേറെ, അയാളങ്ങോട്ട് വളച്ചൊടിക്കുകയാണ്. അങ്ങനെയുള്ള വളച്ചൊടിക്കുന്ന മക്കളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹലാൽ ഭക്ഷണം, ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം, അരവണ പായസം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള 1-ാം പ്രമാണ ലംഘനങ്ങൾ, മറ്റേതും അക്രൈസ്തവ ആലയങ്ങളിൽ പോവുക, അല്ലെങ്കിൽ ഈ രീതിയിൽ മന്ത്രവാദം, കൂടോത്രം, ചാത്തൻ സേവ, മറ്റ് മേഖലകൾ, ഈ എന്താ പറയുക മിശ്ര വിവാഹങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അച്ഛൻ ശക്തമായ രീതിയിൽ 1-ാം പ്രമാണ ലംഘനങ്ങളെ പറ്റി ഞാൻ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇവിടെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുത്തവർക്കും ഇവിടുത്തെ ശുശ്രൂഷ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അറിയാം. അല്ലെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. 1-ാം പ്രമാണത്തിൽ ഒരിക്കലും ഒരു വെള്ളം ചേർക്കുന്ന പ്രശ്നമില്ല. അമിതമായ ഓണാഘോഷം, ഇങ്ങനെ കാര്യങ്ങൾ, ഇത് ആ മതസ്ഥരോടുള്ള ദേഷ്യമോ വെറുപ്പോ അല്ല. മനസ്സിലായോ? ഈ കഴിഞ്ഞ ധ്യാനത്തിലുണ്ടായൊരു സംഭവം പറയാം. ഇന്നലെ കഴിഞ്ഞ ധ്യാനത്തിൽ ഇവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി തൊട്ടപ്പുറത്ത് മുസ്ലിം വീടാണ്. ആ മുസ്ലിം വീട്ടിൽ നിന്ന് സ്ഥിരം ബിരിയാണിയോ അവരുടെ തിരുനാളുകൾക്കൊക്കെ അവരുടേതായ ഭക്ഷണങ്ങൾ, വിഗ്രഹാർപ്പിത ഭക്ഷണം കൊണ്ടുവരുന്നതൊക്കെ വാരി വലിച്ച് കഴിക്കുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി അച്ഛനെ വന്ന് കാണുക, അത്രമാത്രം തടസ്സങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. ഒരു സഹോദരനും സഹോദരിയും എൻ്റെ അടുത്തേക്ക് വരികയാണ്. സഹോദരൻ വന്നു, ആ സഹോദരൻ വന്ന് പറഞ്ഞു, ആ സഹോദരൻ ഒറ്റയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞില്ലേ തൊട്ടപ്പുറത്തെ മുസ്ലിം വീടുണ്ട്, ആ വ്യക്തി ഞാനാണ്. അവരവരുടെ തിരുനാളുകൾക്കൊക്കെ ഒത്തിരി ഇങ്ങനെ വിഗ്രഹാർപ്പിത ഭക്ഷണം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരാറുണ്ട്. ഞാനതൊക്കെ വാരി വലിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ വിഗ്രഹാർപ്പിതം എന്ന കരുതിയിലല്ല, എൻ്റെ വീട്ടിലുണ്ടാകുന്ന ബിരിയാണി എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരും, ഞങ്ങളത് വാരി വലിച്ച് കഴിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ടോ? ആ ചേട്ടൻ പറഞ്ഞു, അതുമാത്രമുള്ള അച്ഛാ, തടസ്സം മാത്രമുള്ള ജീവിതത്തിൽ. അതുകൊണ്ട് അത്രയും നിരാശയിലാണ് ഞങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുക. അല്ലേ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആ വ്യക്തിയോട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ആ ഭക്ഷണം വാങ്ങേണ്ടതില്ല, നിങ്ങളിനി അത് സ്നേഹത്തോടെ നിരസിക്കുക. നിങ്ങളിവിടുന്ന് വെഞ്ചരിച്ച തേൻ വാങ്ങി കഴിക്കുക. കർത്താവ് ഈ മേഖലയിലൊക്കെ ഇടപെടുന്നു പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം വലിയ സന്തോഷത്തോടെ തിരിച്ചുപോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു സഹോദരി വരികയാണ്. ആ സഹോദരി ഇതുപോലെ തന്നെ പറഞ്ഞു, അച്ഛൻ വിളിച്ച് പറഞ്ഞല്ലോ, ഇങ്ങനെ തൊട്ടപ്പുറത്ത് മുസ്ലിം വീട്, ആ വീട്ടിൽ നിന്ന് ഒത്തിരിയേറെ ബിരിയാണികൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന കഴിക്കുന്നത് അത് ഞാനാണ് അച്ഛാ. അവരെന്തുണ്ടാക്കിയാലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് തരും, അതൊക്കെ ഞാനിങ്ങനെ വാരി വലിച്ച് കഴിക്കാറുണ്ട്, ഞാനും എൻ്റെ വീട്ടുകാരെല്ലാവരും. ഞാൻ ചോദിച്ചു,
എന്തെങ്കിലും വീട്ടിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടോ? ആ സഹോദരിയും പറഞ്ഞു, അച്ഛാ വീട്ടിൽ തടസ്സങ്ങൾ മാത്രമുള്ളൂ, അത്രമാത്രം തടസ്സങ്ങളാണ് വീട്ടിൽ. വലിയ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി ഇനി അത് കഴിക്കേണ്ട, ഇനി നീ ഞങ്ങളത് കൊണ്ടുവരുമ്പോൾ അത് സ്നേഹത്തോടെ നിരസിക്കുക. ഇത് പറഞ്ഞു വയ്ക്കുക. ചേച്ചി പറഞ്ഞു, അച്ഛാ അതെങ്ങനെയത്? ഞങ്ങൾ വളരെ നാൾ മുതൽ അതുപോലെ കൂട്ടുകാരാണ്, സ്നേഹിതരാണ്, അവരെപ്പോഴും നമുക്കങ്ങനെ കൊണ്ടുവരുന്നതാണ്, നമ്മളതുപോലെ വാങ്ങാറുള്ളതാണ്, കഴിക്കാറുള്ളതാണ്. ഇനി പെട്ടെന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വിഷമാവില്ലേ എന്ന് ചോദിക്കുകയാണ് ആ സഹോദരി. ഞാൻ ആ സഹോദരി പറഞ്ഞു, ചേച്ചി പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ചേച്ചി 1 കിലോ പന്നിയിറച്ചി വാങ്ങി, പോർക്കിറച്ചി അല്ലെങ്കിൽ പന്നിയിറച്ചി വാങ്ങി, അത് നന്നായിട്ട് കറി വെച്ച് രുചികരമായ രീതിയിൽ പാകം ചെയ്തിട്ട് അത് ആ വീട്ടുകാർക്ക് കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് കരുത്. അവർ അത് കഴിക്കുമോ ഇല്ലയോ? മനസ്സിലായോ? അപ്പോൾ ചേച്ചി പറഞ്ഞു, അവരത് കഴിക്കില്ല അച്ഛാ എന്ന് പറഞ്ഞു, ശക്തിയിൽ പറഞ്ഞു. അവരത് കഴിക്കില്ല, അവർക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നത്? അവരുടെ വിശ്വാസം അനുസരിച്ച് അത് കഴിക്കാൻ പാടില്ലല്ലോ. ആ സഹോദരി പറയുക. അപ്പം ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് നമ്മുടെ രീതിയും. നമ്മുടെ വിശ്വാസം അനുസരിച്ചും ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാൻ പാടില്ല. വലിയ പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു കാര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? അവരുടെ വിശ്വാസം അനുസരിച്ച് അത് കഴിക്കാൻ പാടില്ല എന്ന് അവരുടെ വിശ്വാസം അവരെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇത് കഴിക്കാൻ പാടില്ല, വിഗ്രഹാർപ്പിത ഭക്ഷണം, വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം. കണ്ടോ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നില്ല? അപ്പോസ്തലപത്രം 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അല്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുക എന്ന് വെച്ചാൽ യേശു പറയുന്ന വാക്കുകൾ അനുസരിക്കുക, യേശു പറഞ്ഞതുപോലെ ചെയ്യുക. അതാണ് വിശ്വാസം എന്ന് വെച്ചാൽ വെറുതെ എന്തെങ്കിലും ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. യേശുവിൽ വിശ്വാസം, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വസിക്കുന്നവൻ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ, അനുസരിക്കാൻ തയ്യാറാവും. അപ്പോൾ അവർ നിഷേധിക്കുന്നത് പോലെ നമ്മളും പറയുക സ്നേഹത്തോടെ, അതെ ഞങ്ങൾക്കിത് പാടില്ല, ഞങ്ങൾക്കിത് കഴിക്കാൻ പാടില്ല ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, അതുകൊണ്ടാണ് കേട്ടോ ഈ ഭക്ഷണം ഇനി ഞങ്ങൾ കൊണ്ടുവരണ്ട കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് വിശ്വാസം വേറെ, സ്നേഹം വേറെ. വിശ്വാസം നീ ബലി കഴിക്കരുത് മറ്റുള്ളവരുടെ മുമ്പിൽ. അവരവരുടെ വിശ്വാസം വിട്ടിട്ട് അവരൊന്നും ചെയ്യില്ല. അതുപോലെ നമ്മളും നമ്മുടെ യേശുവാണ് ഏക രക്ഷകൻ, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ, യേശുവിൻ്റെ വിശ്വാസം, യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ, വചനങ്ങൾ, ഇതിൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റവും ധൈര്യവും നമുക്ക് ഉണ്ടായിരിക്കണം. വലിയ ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ ഇരിഞ്ഞാലക്കുട ഡിഗ്രി പഠിക്കുന്ന സമയം, ആ സമയത്ത് ഒത്തിരി അക്രൈസ്തവരെ മക്കളച്ഛൻ്റെ കൂടെ പഠിച്ചിരുന്നു. അപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും പല മതസ്ഥർ പലതും കൊണ്ടുവരും. ഇതുപോലുള്ള പെരുന്നാൾ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ള കാലഘട്ടം വരുമ്പോൾ അരവണ പായസം ഇങ്ങനെയൊക്കെ കൊണ്ടുവരും. പക്ഷെ അതൊക്കെ ഏറ്റവും സ്നേഹത്തോടെ, അയ്യോ ഞാൻ കഴിക്കാൻ പാടില്ലടാ, അത് കഴിക്കാൻ പാടില്ലേ മോളെ, അധികം വേണ്ട കേട്ടോ, ഇങ്ങനെ പറയുമ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ അതിനെ നിർബന്ധിക്കില്ല. മനസ്സിലായോ? അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ വേണ്ട. അത് സ്നേഹം വേറെ, അത്രയും ഇഷ്ടം, അത്രയും കമ്പനി, അത്രയും എന്താ പറയുക, ഞങ്ങൾ കൂട്ടായിരുന്നു പല കാര്യങ്ങളിലും. പക്ഷെ ഒരിക്കലും ഈ ഒരു മേഖലയിൽ വിശ്വാസം ബലി കഴിച്ചുകൊണ്ടുള്ള പരിപാടികൾ, ആഘോഷങ്ങളോ, ദൈവവചനത്തിൽ മായം ചേർത്ത് വിൽക്കുന്നവരുണ്ട്. അതുപോലെയല്ല ഞങ്ങൾ. വലുത് ഹല്ലേലൂയ. ദൈവവചനത്തിൽ മായം ചേർത്ത് വിൽക്കുന്നവരുണ്ട്. ഈ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, അച്ഛൻ നമ്മളത് വേണ്ടെന്ന് പറഞ്ഞാൽ അത് അവർക്ക് വിഷമാവില്ലേ? വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുകയാണ്, ഗലാത്യ 1:10 പറയുകയാണ്, ഞാനിപ്പോൾ ആരെയാണ് പ്രസാദിപ്പിക്കാൻ നോക്കുന്നത്? ശ്രദ്ധിക്കുക, ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാകില്ലായിരുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഇനി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോയി കഴിഞ്ഞാലോ മനുഷ്യനെ പ്രസാദിപ്പിക്കാനും പറ്റില്ല. നീ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? മനസ്സിലായോ? മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പോയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോയാൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നീ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? നീ ആ വീട്ടുകാരെ പ്രസാദിപ്പിക്കാൻ പോയാൽ, മറ്റു മതസ്ഥരെ പ്രസാദിപ്പിക്കാൻ പോയാൽ നിനക്ക് നിൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. ഇനി നിൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നീ മറ്റു മതസ്ഥരെ പ്രസാദിപ്പിക്കാൻ നിനക്ക് പറ്റില്ല. അപ്പോൾ നീ ഏതാണ്? ബറാബാസിനെ വേണോ യേശുവിനെ വേണോ?
ദൈവത്തെയും മാമോനെയും ദൈവത്തെയും സാത്താനെയും ഒരുമിച്ച് സേവിക്കാൻ ആർക്കും സാധിക്കില്ല. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉച്ചത്തിൽ പറഞ്ഞേ യേശുവേ നന്ദി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സോദര സ്നേഹം മാനസമാകെ നൽകാമീ സ്നേഹ കൂട്ടായ്മയിൽ ആ പാട്ടിൻ്റെ വരികളാണ്. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കണം. മറ്റു മതസ്ഥർ, അക്രൈസ്തവർ, ഹിന്ദുക്കളോ മുസ്ലിംസോ മറ്റ് മതസ്ഥരോ വിവാഹക്കാരോ എല്ലാവരും ഒരാളെ പോലും നമ്മൾ നമ്മുടെ സ്നേഹ കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തരുത്. വിശ്വാസത്തിൻ്റെ മേഖലയാണ് അച്ഛൻ ആ മേഖലയിലൊക്കെ പ്രസംഗിക്കുക. അല്ലാണ്ട് വെറുപ്പും വിദ്വേഷം വെച്ച് മറ്റു മതസ്ഥരെ മാറ്റി നിർത്തലല്ല ഉദ്ദേശിക്കുക കേട്ടോ. ഒരു സിസ്റ്ററിൻ്റെ ഒരു അനുഭവം അച്ഛൻ പറയാം. ഒരു കോളേജിൽ അസിസ്റ്റൻ്റ് പ്രിൻസിപ്പളാണ്. ആ സിസ്റ്റർ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരികയാണ്. ഒരു സിസ്റ്റേഴ്സിനെ ധ്യാനം. ആ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു മുസ്ലിം പള്ളി കാണിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു തേളിനെ കാണിക്കുകയാണ്. തേള് എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഇതാണ്: ഈ സിസ്റ്റർക്ക് മുസ്ലിംസിനോട് അതികഠിനമായ വെറുപ്പാണ്, അതിഭയങ്കരമായ വെറുപ്പ്. അപ്പോൾ ഈ സിസ്റ്ററുടെ കോളേജ് ഈ പെൺകുട്ടികളുടെ കോളേജാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് പ്രിൻസിപ്പളാണ്. അപ്പോൾ ഈ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അതെ അച്ഛാ, എനിക്ക് എൻ്റെ കോളേജിൽ പഠിക്കുന്ന ക്രിസ്ത്യാനി കുട്ടികളെ, പെൺകുട്ടികൾ വളരെ ഇഷ്ടമാണ്. ഹൈന്ദവരായ മക്കൾ അവരെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ മുസ്ലിംസ് ആയിട്ടുള്ള പെൺകുട്ടികൾ അവരോട് ഭയങ്കര ഒരു പക്ഷപാതമാണ്. പക്ഷപാതം മനസ്സിലായോ? എന്താ പാർഷ്യാലിറ്റി, പക്ഷപാതം, അവരെ മാറ്റി നിർത്തുക. അവരെ തീരെ താല്പര്യമില്ല. കാരണം ഈ സിസ്റ്റർക്ക് മനസ്സിൽ ഭയങ്കര വെറുപ്പാണ് ആ ഒരു മതവിഭാഗക്കാരോട്. അപ്പോൾ കർത്താവ് സന്ദേശം തരികയാണ് സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൽ, അതൊരിക്കലും പാടില്ല. വലിയ ഹല്ലേലൂയ. ഒരിക്കലും പാടില്ല കേട്ടോ. വെറുപ്പ്, വിദ്വേഷം, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിലൊന്നും ഒരിക്കലും ഒരു വെറുപ്പോ വിദ്വേഷമോ പാടില്ല. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുക. അപ്പോൾ സ്നേഹം വേറെ, വിശ്വാസം വേറെ കേട്ടോ. അപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ നീ വിശ്വാസം ബലികഴിക്കരുത്. ഈ സോളമൻ രാജാവിനെ പോലെ സോളമൻ രാജാവ് എന്താ ചെയ്തത്? സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു എന്നാണ് എഴുതി വച്ചിരിക്കുക കേട്ടോ. രാജാക്കന്മാർ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളെയും മൊവാബ്യർ, ആമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യവംശത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളെയും അവൻ ഭാര്യമാരായി സ്വീകരിച്ചു. നിങ്ങൾ അവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത്. അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയുമെന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു. സോളമനാകട്ടെ അവരെ ഗാഢമായിട്ട് പ്രേമിച്ചു. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, സോളമൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാനല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നലെ ധ്യാനം കൂടിയ സഹോദരിയുടെ ചിന്താഗതി. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാ വീട്ടിൽ നിന്ന് എല്ലാം കഴിക്കുക, എല്ലാ ക്ഷേത്രങ്ങളിലും പോവുക, എല്ലാ മോസ്കുകളിലും പോവുക, എല്ലാവരെയും എന്താ പറയുക, എല്ലാ കാര്യത്തിലും, എല്ലാ വിശ്വാസത്തിലും എല്ലാം. കണ്ടോ, എന്താണ് അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് വചനം? അവന് രാജ്ഞിസ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളുണ്ടായി. 700 ഭാര്യമാരുണ്ടായിരുന്നാണ് പറയണേ. ആർക്ക്? ഈ സോളമന്. അക്രൈസ്തവരായ ഭാര്യമാർ, മനസ്സിലായോ? അവർ അവൻ്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു. സോളമന് വാർദ്ധക്യമായപ്പോൾ അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, വചനം ശ്രദ്ധിക്കുക. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നത് പോലെ അവൻ ദൈവത്തോട് പൂർണ്ണ വിശ്വസ്തത പാലിച്ചില്ല. ഹല്ലേലൂയ. ആ വാക്ക് ശ്രദ്ധിക്കുക, പൂർണ്ണ വിശ്വസ്തത പാലിച്ചില്ല. വിശ്വസ്തത പാലിച്ചില്ല എന്നല്ല. ഇപ്പം നമ്മുടെ ആ ചേച്ചിയും ചേട്ടനും ഇന്നലെ ധ്യാനം കഴിഞ്ഞ് പോയ ആ വീട്ടിലത്തെ ചേട്ടനും ചേച്ചിയും എന്താ രണ്ടുപേരും വ്യത്യസ്ത ആൾക്കാരാണ് കേട്ടോ. ആ 2 വീട്ടുകാർ അവർ പൂർണ്ണ വിശ്വസ്തത പാലിക്കുന്നില്ല. പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മുടെ പള്ളിയിൽ പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് ഒരു ഭാഗത്ത്. എന്നാൽ വേറെ മതസ്ഥരുടേതായ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അവരുടേതായ ഭക്ഷണങ്ങളും സാധനം അതിലും പങ്കുചേരുന്നുണ്ട്. ഇതുമുണ്ട് അതുമുണ്ട്. ഇത് വിട്ടുകളയൊന്നുമില്ല. അന്ന് ഇത് വിട്ട് കളഞ്ഞ് മൊത്തം അവിടേക്ക് മാറണോ? അതല്ല. ഞാൻ അത് മൊത്തം കളഞ്ഞ് ഇത് കിടിക്ക് അല്ല. മനസ്സിലായോ? വിഭക്ത ഹൃദയം അല്ലേ? മനസ്സിലായോ?
വിഭക്ത ഹൃദയത്തോടെയാണ് അവർ മുന്നോട്ട് പോവുക. വിഭജിതമായ ഹൃദയം, വിഭക്ത ഹൃദയം. 2 വള്ളത്തിൽ കാല് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവരോട് പൂർണ്ണ വിശ്വസ്തത പാലിച്ചില്ലേ ദൈവത്തോട്. അടുത്ത പറഞ്ഞ് നോക്കിയേ, സോളമൻ സീദോന്യരുടെ ദേവിയായ അസ്താൾത്തായെയും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കണ്ടോ, അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കേമിനെയും ആരാധിച്ചു. അങ്ങനെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ അനിഷ്ടം പ്രവർത്തിച്ചു. കണ്ടോ, തൻ്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല. വലിയ തുടങ്ങി ഹല്ലേലൂയ. കണ്ടോ, ഈ ഹെഡിങ്, ഈ ഒരു പാരഗ്രാഫിൻ്റെ ഹെഡിങ് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? സോളമൻ്റെ അധപതനം. കണ്ടോ, സോളമൻ അങ്ങോട്ട് അധപതിച്ചു പോയി ആ മനുഷ്യൻ. എന്തുകൊണ്ട് സോളമൻ അധപതിച്ചു? നേരത്തെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, മിശ്രവിവാഹം ചെയ്യാൻ ഒരുങ്ങുന്ന വ്യക്തി ആരോ നിങ്ങളിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ട്. അതിന് കൂട്ടു നിൽക്കുകയോ ഒത്താശ ചെയ്ത് കൊടുക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ മിഡിൽ മാനായി നിൽക്കുകയോ ചെയ്യരുത് കേട്ടോ. രജിസ്റ്റർ വിവാഹം ചെയ്യാൻ, മിസ് വിവാഹം ചെയ്യാൻ അതുപോലെ അടിച്ച് തകർത്ത് തരിപ്പണായി നീ വീഴുന്നൊരു കാലഘട്ടം നിൻ്റെ മുമ്പിൽ വരും എന്നുള്ള കാര്യത്തിൽ കർത്താവ് നിന്നെ കാഞ്ഞിനും തിരിപ്പിക്കും, വിഷം കുടിപ്പിക്കും. മനസ്സിലായോ? ആ ഒരു അനുഭവത്തിലൂടെ നിനക്ക് ഭാവിയിൽ കടന്നു പോകേണ്ടതായിട്ട് വരും. സോളമൻ കടന്നു പോയതുപോലെ. കണ്ടോ, സോളമൻ്റെ അവസാനത്തെ അധ്യായമാണ് സോളമൻ രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം തിരുവചനത്തിൻ്റെ ഹെഡിങ് നമുക്കൊരു പാഠമായിരിക്കട്ടെ. സോളമൻ്റെ അധപതനം. മനസ്സിലായോ? കാരണം അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവം സ്നേഹിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരെയും അദ്ദേഹം സ്നേഹിക്കുക. ആ സ്നേഹം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? എല്ലാ അശേരാപ്രതിഷ്ഠകൾ കണ്ട പിതാവായ സോളമൻ സീദോന്യരുടെ ദേവിയായ അസ്താൾത്തായെയും അമോന്യയുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോയിമിനെയും എല്ലാ സ്ഥലങ്ങളിലും പോകും. എല്ലാ സ്ഥലത്തു നിന്നുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. എല്ലാവരുമായിട്ട് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പങ്കെടുക്കും. കാരണം കർത്താവ് സ്നേഹിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഓണം വന്നാൽ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കും, ദീപാവലി വന്നാൽ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കും, റംസാൻ വന്നാൽ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കും. എല്ലാ സ്ഥലത്തേക്കും കേൾക്കോട്ടോ വന്നില്ല. മനസ്സിലായോ? അതല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സ്നേഹിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അപ്പം അതല്ലാട്ട് ഉദ്ദേശിക്കുന്നത്. സ്നേഹം വേറെ, വിശ്വാസം വേറെ. സഹോദര സ്നേഹം. കണ്ടോ, സഹോദര സ്നേഹം മാനസമാകെ നൽകാമി സ്നേഹ കൂട്ടായ്മയിൽ. അപ്പം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതല്ല ഉദ്ദേശിക്കുക. വിശ്വാസം കളഞ്ഞിട്ടുള്ള സ്നേഹമല്ല ഉദ്ദേശിക്കുക. യേശു ഏക രക്ഷകൻ, വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് സ്നേഹിക്കുക. ഈ യേശുവിനെ തള്ളി പറഞ്ഞിട്ടല്ല സ്നേഹിക്കുക. മനസ്സിലായോ? യേശു നമുക്ക് തരുന്ന സ്നേഹമാണ് നമുക്ക് മറ്റുള്ളവർ പകർന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അവൻ ജീവൻ പോലും വേണ്ടെന്ന് വെച്ച് നമ്മെ സ്നേഹിച്ചു, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ ബലിയഴിച്ചു. അതുപോലെ മറ്റുള്ളവരുടെ, അത് ജാതി മത ഭേദമെന്നെ, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരും ക്ഷമിക്കുക, എല്ലാവരും കരുണ കാണിക്കുക, എല്ലാറ്റിനുപരിയായി ദൈവത്തെ സ്തുതിക്കുക. അതാണ് നമ്മളൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ചെയ്യേണ്ടത്. യേശു ഏക രക്ഷകൻ. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഈ ഗാനം ഒന്ന് പാടാൻ പോവുകയാണ്. ഈ ഗാനമാണ് നിങ്ങൾക്കുള്ള സന്ദേശം. ഈ ഗാനത്തോട് അറിയുന്നവരൊക്കെ ഇതിനോട് ചേർന്ന് പാടുക. പഴയൊരു എൻട്രൻസ് ഗീതമാണ്, കുർബാനയുടെ എൻട്രൻസ് ഗീതമാണ്. ഈ അറിയുന്നവരൊക്കെ ഈ പാട്ടിനോട് ചേർന്ന്, ജോബിനോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. അല്ലാത്തവർ ശ്രദ്ധയോടെ കണ്ണുകൾ അടയ്ക്കുക, ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഈ പാട്ടാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമുള്ള സന്ദേശമാണ്. ഈ പാട്ടിൻ്റെ വരികൾ സിമ്പിൾ വരികളാണ്. അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സ്വീകരിക്കുക. വലിയ അഭിഷേകം ഈ പാട്ട് പാടുമ്പോൾ തന്നെ കുളിര് കോരിയിടുന്ന അനുഭവം നമുക്ക് കർത്താവ് തരും. ശരീരത്തിൽ എന്തോ കുളിര് കോരിയിടുന്ന അനുഭവം, അത് പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവമാണ് കർത്താവ് തരിക. കണ്ണുകൾ അടച്ചുകൊണ്ട് ഇരുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് സ്തുതി പാടിടാം സ്തുതി പാടിടാനുതാപമോടെ അണിചേർന്നിടാം
ബലിയർപ്പിക്കാനായിട്ട് ഒരുങ്ങും. കർത്താവേ, ഞാനൊരു പാപിയാണ്. ഈ ബോധ്യത്തോടെയുള്ള ഒരു ബലി സുഖക്കാരനെ പോലെ അനുതാപത്തോടെ മഹത്തരമാകുമി ബലിവേദി മാനവർക്കായി ജീവനെ നൽകി മഹത്തരമാകുമി ബലിവേദിയിൽ ആ പുണ്യസ്മരണയിൽ അനുരഞ്ജിതരാഗൂദാശയിൽ ആ പുണ്യസ്മരണയിൽ അനുരഞ്ജിതരാഗൂദാശയിൽ അനുതാപമോടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഹൃദയങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഈ ഗാനത്തിന്റെ അഭിഷേകം, വലിയൊരു അഭിഷേകം നിറയട്ടെ. ഒരു പ്രാവശ്യം പാടുന്നവർ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതാണ്. സ്നേഹം മാനസമാകെ നൽകാമി സ്നേഹ കൂട്ടായ്മയിൽ സോദര സ്നേഹം മാനസമാകെ നൽകാമി സ്നേഹ കൂട്ടായ്മയിൽ ജീവൻ പകരും ഈ തിരുയാഗം അർപ്പിച്ചിടാം ഈ വേദിയിൽ ജീവൻ പകരും ഈ തിരുയാഗം അർപ്പിച്ചിടാം ഈ വേദിയിൽ അനുതാപമോടെ പകരം ബലിയായിടാം ബലവാനും സ്തുതി പാടിടാം ചെറുപാടി പകരം ബലിയായിടാം ബലവാനും സ്തുതി പാടിടാം അനുതാപമോടെ അനുതാപത്തോടെ സ്തുതിക്കുക. സുഖക്കാരനെ പോലെ ജീവിതം ഒരു ബലിയായി സമർപ്പിക്കാൻ തീരുമാനമെടുത്ത് സഭയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മാനവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി, മറ്റു മതസ്ഥർക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി ജീവിതം മുഴുവനും രക്ഷിക്കാൻ സമർപ്പിക്കട്ടെ. യേശു സമർപ്പിച്ചതുപോലെ ജ്വലിക്കട്ടെ. സഭയെ ഡിഫെൻഡ് ചെയ്യാനുള്ള കൃപ ലഭിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള കൃപ ലഭിക്കട്ടെ. സഭയെ വിമർശിക്കുന്ന സ്വഭാവം വിട്ടുപോകട്ടെ. മറ്റുള്ളവരുടെ വെറുപ്പും ഉദ്ദേശം വാശി വൈദ്യുതി വിട്ടുപോകട്ടെ. കണ്ടുകൊണ്ട് കരങ്ങളോട്ട് സ്തുതിക്കുക. ഈ ജീവിതം അക്ഷരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരങ്ങളോട്ട് സ്തുതിക്കുക. ജീവിതാന്തത്തെ ഓർത്ത ശത്രുത അവസാനിപ്പിക്കുക. ജീവിതാന്തത്തെ ഓർത്ത ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെ മരണത്തെ ഓർത്ത് കൽപ്പന ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിച്ച് അനുതാപമോടെ ഇരിക്കുക. നമ്മളൊരു വലിയ അഭിഷേകത്തിന് മണിക്കൂറിലൂടെയാണ് ദൈവം നമ്മെ കടത്തിക്കൊണ്ട് പോവുക. ഈ പാട്ട് പാടിയപ്പോൾ തന്നെ അതുപോലെ അഭിഷേക കർത്താവ് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അൽത്താരയിൽ അനുതാപത്തോടെ, അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 തിരുവചനം. ഫരിസേയനും ചുങ്കക്കാരനും തങ്ങൾ നീതിമാന്മാർ ആണെന്ന ധാരണയിൽ
തങ്ങളിൽ തന്നെ ആശ്രയിക്കുക, മറ്റുള്ളവരെയൊക്കെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു എന്നാണ് പറയുക. അപ്പം എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക അത് നിങ്ങൾക്കറിയോ? അതാണ് ഇവിടെ പറയുക കേട്ടോ. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി കേട്ടോ. 2 പേര് കുർബാനയ്ക്ക് പോയി എന്ന് കരുതിക്കോ കേട്ടോ. 2 പേര് കുർബാന പങ്കെടുക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനാണ്, മറ്റേയാൾ ചുങ്കക്കാരനാണ്. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, മനസ്സിലായോ? അദ്ദേഹം നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. അദ്ദേഹം നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുകയാണ് കേട്ടോ. സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുകയാണ് കേട്ടോ. അദ്ദേഹം അങ്ങോട്ട് സ്വയം ആത്മപ്രശംസ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്, സ്വയം പൊക്കി സംസാരിക്കുകയാണ്. സ്വയം പൊക്കി സംസാരിക്കുക എന്ന് പറയില്ലേ. അദ്ദേഹത്തിൻ്റെ വിശുദ്ധി, ഇദ്ദേഹം പറയുന്നത് സത്യമാണ് കേട്ടോ. ഇദ്ദേഹം ദശാംശം കൊടുക്കാറുണ്ട്, ഇദ്ദേഹം ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കാറുണ്ട്, ഇദ്ദേഹം മറ്റു വ്യഭിചാരം ചെയ്യാറില്ല, അനീതി പ്രവർത്തിക്കാറില്ല, അക്രമം ചെയ്യാറില്ല. ഇദ്ദേഹം നന്നായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ്. ഇങ്ങനെ ഈ ഫരിസേയന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടില്ല. അദ്ദേഹത്തെ തന്നെ പൊക്കി സംസാരിക്കുകയാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ മറ്റൊരു അടുത്ത ആളെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ദൂരെ നിന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പോലും ഭയം, പേടി, ദൈവഭയം, എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് നിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുകയാണ്. ദൈവമായ ജെറമ്യാ പ്രവാചകനിലൂടെ പറയുകയാണ് 2-ാം അധ്യായത്തിൽ, എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് നിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുക. അപ്പം ദൈവഭയമുള്ളവൻ എന്തു ചെയ്യും എന്താണ് വചനം പറയുക? പ്രഭാഷണ പുസ്തകത്തിൽ ദൈവഭയമുള്ളവന് ഹൃദയം ഒരുക്കി വയ്ക്കും. ദൈവഭയം വേണം, ദൈവത്തെ പേടിക്കണം കേട്ടോ, ദൈവത്തെ ഭയപ്പെട്ടോളൂ കേട്ടോ. ദൈവഭയമുള്ളവൻ കുമ്പസാരിക്കും, അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കും. ദൈവഭയമുള്ളവൻ ഇങ്ങനെ അടുപ്പിച്ച ഈ കടപ്പെട്ട കുർബാന മുടങ്ങില്ല. ദൈവഭയമുള്ളവൻ കുടുംബപ്രാർത്ഥന മുടക്കില്ല. ദൈവഭയമുള്ളവൻ കഴുത്തിൽ ഉത്തിരിയം ധരിക്കും. ഇപ്പോൾ ഈ സമൂഹത്തിൽ 1000 മണിക്കൂറിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഉത്തിരിയം ധരിക്കണമെന്ന് ശക്തമായ സന്ദേശം ധരിക്കുകയാണ്. ഈ സമൂഹത്തിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അവരിൽ കുറേ പേര് ഉത്തിരിയം ധരിച്ചിട്ടില്ല എന്ന് കർത്താവ് കാണിക്കുക. ഉത്തിരിയം ധരിച്ചോളോട്ടോ, വലിയ അപകടം അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട്, വലിയ തകർച്ച. അതെല്ലാം സംഭവിച്ചതിന് ശേഷം പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഉത്തിരിയം ധരിക്കണം. ഈ ദിവസങ്ങളിൽ ഇവിടെ ധ്യാനത്തിൽ പങ്കെടുത്തൊരു വൈദികൻ എന്നെ കാണാൻ റൂമിലേക്ക് വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛനിങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെ ആക്സിഡൻറ്റ് പറ്റി. അന്നൊന്നും അച്ഛന് ഉത്തിരിയം ധരിച്ചിരുന്നില്ലല്ലോ. ഇല്ല, അച്ഛൻ ഇവിടെ വന്നതിന് ശേഷമല്ലേ ഉത്തിരിയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയേ? അതെ. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് വൈദികൻ, അതെ അച്ഛൻ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഉത്തിരിയം ധരിച്ചത്. അച്ഛൻ തന്നപ്പോൾ, അച്ഛൻ ആദ്യത്തെ ദിവസം ഇവിടെ താമസമുള്ള ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ എല്ലാവർക്കും ഉത്തിരിയം ഫ്രീ ആയിട്ട് കൊടുക്കും. അച്ഛൻ തന്നപ്പോഴാണ് ഞാൻ ഉത്തിരിയം ധരിച്ചത്, അതുവരെ ഉത്തിരിയം ധരിക്കാറില്ല. അപ്പോൾ കർത്താവ് കാണിക്കുക അച്ഛനെ ഇങ്ങനെ ഞൊണ്ടി നടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അച്ഛൻ്റെ കാലും എന്താ ബുദ്ധിമുട്ട് വന്നിട്ട്, കാലുമേലെ മുള്ളു കയറിയതാണോ ഞൊണ്ടി പറയും? അച്ഛൻ പറയും, എല്ലാ വർഷവും നവംബർ മാസത്തോടു കൂടി എനിക്ക് എന്തെങ്കിലും കാലുമ്പോൾ പരിക്ക് പറ്റും. ഇപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ എന്താ പറയുക പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ എന്തോ അപകടം പറ്റി, എന്നിട്ട് അവിടെ പുള്ളി, കാലിൻ്റെ ആ കണ്ണീര് അവിടെ നിറയെ പുള്ളി. അച്ഛൻ കാണിച്ചു തരാം, പാൻസ് പൊക്കിയിട്ട് കണ്ടില്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞൊണ്ടി നടക്കായിരുന്നു. കുറേ 1 മാസം തന്നെ ഞാൻ വിശ്രമമായിരുന്നു, മനസ്സിലായോ? ഈ കാല് കയറ്റി വെച്ച് കാലുമയാണ് എപ്പോഴും പരിക്ക് പറ്റുക, മനസ്സിലായോ? ഇപ്പോൾ കർത്താവ് ഞാൻ പറഞ്ഞു, ഇനി സംഭവിക്കില്ലത്. ഇനി ഇതേ കുളിക്കുമ്പോൾ പോലെ അച്ഛനെ ഒത്തിരി ഊരരുത്. ഇനി അച്ഛൻ്റെ കാലുമയല്ല, ഒന്നൊരു പരിക്കും പറ്റില്ല, ദൈവം സംരക്ഷണം തരും. കണ്ടോ, വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവഭയമുള്ളവൻ ഹൃദയം ഒരുക്കി വയ്ക്കും, മനസ്സിലായോ? ഈ മനുഷ്യൻ്റെ കാര്യം കണ്ട് ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. ഇയാളൊരു മഹാപാപിയാണ്. അവൻ്റെ തന്നെ പാപാവസ്ഥയിലേക്ക് നോക്കുകയാണ്. അവൻ്റെ തന്നെ പാപത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവേ ഞാനൊരു പാപിയാണ് എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ബോധ്യം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഉണ്ടാവേണ്ട ഒരു ബോധം, അല്ലെങ്കിൽ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ആ ബലി സ്വീകാര്യമായി തീരാനായിട്ട് ഉണ്ടാകേണ്ട ഒരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ ഇതാണ്.
നമുക്ക് അനുതാപം ഉണ്ടാവണം. അനുതാപം, പാപബോധം, പശ്ചാത്താപം. ഞാനൊരു പാപിയാണെന്നുള്ളൊരു ബോധം. മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ്. ഞാനാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ പാപി, ഞാനാണ് ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പാപി, ഞാനാണ് എൻ്റെ ഇടവകയിലെ രൂപതയിലെ ഏറ്റവും വലിയ പാപി, ഞാനൊരു പാപിയാണ്, മറ്റുള്ളവർ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ്. ഇങ്ങനൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോഴും അല്ല, ജീവിതത്തിലുടനീളം ഉണ്ടാകേണ്ട ഒരു മെൻറ്റാലിറ്റിയാണിത്. അല്ല, ഇത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ അത്തരം ബലികൾ ദൈവത്തിന് സ്വീകാര്യമാണ്. മനസ്സിലായോ? ആ രീതിയിൽ ഇപ്പോൾ ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലൂക്കായുടെ ബൈബിൾ അടിസ്ഥാനമായിട്ട് പറയുകയാണെങ്കിൽ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഈശോയെ കുരിശ് തറയ്ക്കുന്ന സംഭവം. ഈശോയെ കുരിശ് തറയ്ക്കാന്ന് വെച്ചാൽ എന്താ? ബലിയർപ്പണം. യേശുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ മൂർധന്യ അവസ്ഥ അല്ലേ, അതിൻ്റെ പീക്ക് ടൈമാണ്. ഈശോൻ്റെ ജീവിതമാണ് ബലി കേട്ടോ. അതൊന്നും പറയുമ്പോൾ നേരില്ല, മുന്നൊക്കെ ജസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പല ടോക്കിൽ. യേശുവിൻ്റെ ജീവിതമാണ് ഈശോയുടെ ബലി എന്ന് പറയുക. ഈശോയുടെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള സമയത്തെയാണ് വിശുദ്ധ ബലി. അതിൻ്റെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന കേട്ടോ. അതിൻ്റെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഈ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ യേശുവിൻ്റെ ജനനം, പീഡാസനം, മരണം, ഉത്ഥാനം, ഇതൊക്കെ നമ്മൾ ആ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കടന്നു പോകേണ്ടത്? അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, കർത്താവ് ഞാനൊരു ഭാവിയാണെന്നുള്ള ബോധത്തോടെ നമ്മുടെ പാപാവസ്ഥകളെല്ലാം ഈ അപ്പത്തോടും ഇഞ്ഞോട് ചേർത്ത് സമർപ്പിച്ച് നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ, നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. എല്ലാം സമർപ്പിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ, ആന്തരിക മുറിവുകൾ, ഇതെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത മേഖലകൾ, ഇതെല്ലാം അപ്പത്തോടും ഇഞ്ഞിനോട് ചേർത്ത് സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്കിയാൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കും. അല്ലേ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് നാൾ മുമ്പ് ഒരു 1.5 മാസം 2 മാസം മുമ്പ് പാലയ്ക്കൽ, തൃശ്ശൂർ ഭാഗത്ത് പാലയ്ക്കൽ എന്ന സ്ഥലത്ത് കൺവെൻഷനായിരുന്നു. നല്ലൊരു കൺവെൻഷനായിരുന്നു, കണ്ടമാനം ജനവും. അപ്പോൾ അവിടെ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു കൺവെൻഷൻ വെച്ചതെന്ന് വെച്ചാൽ 4 ദിവസത്തെ കൺവെൻഷൻ. അവിടെ വിശുദ്ധ യൂദാ തദേവൂസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിശുദ്ധ യൂദാ തദേവൂസ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്. ഈ യൂദാ തദേവൂസിൻ്റെ തിരുനാൾ വരികയാണ്. അവർ 50 വർഷം മറ്റാണ് യൂദാ തദേവൂസിനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റേതായ നൊവേനകളൊക്കെ ആരംഭിച്ചിട്ട് 50 വർഷമാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നൊരു തിരുനാളാണ്. അത്രയധികം ആളുകളാണ് വിശുദ്ധ യൂദാ തദേവൂസിനോട് മാധ്യസ്ഥം വെച്ച് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് വന്നു ചേരുക. എനിക്കും വലിയ വിശ്വാസമുള്ളൊരു വിശുദ്ധനാണ് വിശുദ്ധ യൂദാ തദേവൂസ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ചിട്ട് അസാധ്യകാര്യമായ പല കാര്യങ്ങളും ദൈവം എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ കൺവെൻഷനിൽ അവർ എന്നെ വിളിച്ചപ്പോൾ ആ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇതായിരുന്നു. അവിടുത്തെ ഒരു അവസ്ഥ, എൻ്റെ പ്രിയ സഹോദരൻ, അവർ കുറേ മക്കൾ, അവിടുത്തെ അവസ്ഥ എന്നല്ല പൊതുവെ കാണുന്നത്, ചിലപ്പോൾ നമ്മൾ കാണുന്നൊരു മേഖല, ചിലപ്പോൾ വിശുദ്ധ കുർബാനയേക്കാൾ നമ്മൾ പ്രാധാന്യം എന്തിനു കൊടുക്കും? മറ്റ് വിശുദ്ധർക്ക് കൊടുക്കും. വിശുദ്ധരോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ വിശുദ്ധ കുർബാനയേക്കാൾ ചിലപ്പോൾ ചില മക്കൾ, വളരെ ചുരുക്കം പേരിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ വിശുദ്ധ അന്തോണിസിനോടായിരിക്കാം, അല്ലെങ്കിൽ ചാവറച്ചനോടായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു പ്രത്യേക ഭക്തിയോട്, ഒരു മാലാഖിയോടായിരിക്കാം. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കൊന്നും പോവില്ല. വിശുദ്ധ കുർബാനയ്ക്ക് നേരം വൈകി പോവും, അല്ലെങ്കിൽ പോകില്ല, അല്ലെങ്കിൽ കുർബാന കഴിയുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോരും. അങ്ങനെ വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല. അങ്ങനെ കുറേ മക്കൾക്ക് ഉണ്ട്. എന്നാൽ ചില വിശുദ്ധരിൽ ഭയങ്കര വിശ്വാസമായിരിക്കാം. മനസ്സിലായോ? ചില നൊവേനകൾ, പ്രാർത്ഥനകളൊക്കെ വലിയ വിശ്വാസമായിരിക്കാം. തീർച്ചയായിട്ടും വിശുദ്ധരോട് പ്രാർത്ഥിച്ചോട്ടോ, വിശുദ്ധർ വഴി ഒത്തിരി അനുഗ്രഹം കിട്ടും. അത് വേണ്ടാന്നല്ല അച്ഛൻ പറഞ്ഞത്. പക്ഷേ ഈ വിശുദ്ധരോട്, പ്രത്യേകിച്ച് വിശുദ്ധ യൂദാ തദേവൂസിനോട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അത്രമാത്രം അനുഗ്രഹം ഈ വിശുദ്ധൻ വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാനിപ്പോൾ സെമിനാരിയിലൊക്കെ ചേർന്നിങ്ങനെ ആയപ്പോൾ ഈ വിശുദ്ധനോടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ പൊതുവേ ഈ രീതിയിലുള്ള പ്രാർത്ഥന എനിക്ക് വളരെ കുറഞ്ഞു പോയി. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ഭക്തിയുണ്ട്, സകല വിശുദ്ധ ജില്ലൊക്കെ ചെയ്യും. പക്ഷെ പണ്ടത്തെ പോലെ പണ്ട് എന്ത് കാര്യം വന്നാലും എന്നാൽ വിശുദ്ധ യൂദാ തദേവൂസിന് നൊവേന ചെല്ലാം, ഇങ്ങനെയായിരുന്നു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി. ഇപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവണത എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്? അതിൻ്റെ കാരണമാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അതിൻ്റെ കാരണം, അന്ന് അങ്ങനൊരു പ്രവണത എനിക്ക് വരാൻ കാരണം അന്ന് എനിക്ക് വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് എനിക്ക് വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല. അന്ന് എനിക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമല്ല. വിശുദ്ധ കുർബാനയിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്ന് അറിയില്ല. അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത്രമാത്രം അനുഗ്രഹം യൂദാ തദേവൂസിനോടോ അന്തോണിസിനോടോ വിശുദ്ധരോടോ പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് അനുഗ്രഹം ഈ വിശുദ്ധ കുർബാന വഴി ലഭിക്കും എന്നൊരു ബോധ്യം എനിക്കില്ല. കണ്ടോ? എന്നാൽ സെമിനാരി വരുമ്പോഴും ഇല്ല കേട്ടോ.
സെമിനാരിൽ വന്ന് 2008 ഫിലോസഫി പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഇതിൽ വിശ്വാസം വരാൻ കാരണമായൊരു സംഭവം നടന്നത്. അത് മറ്റൊന്നല്ല, പലപ്പോഴും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവർ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി അച്ഛൻ പറയാം. എങ്ങനെയാണ് വിശുദ്ധ കുർബാന നമുക്ക് അനുഭവമായി തീരുക, അതിനെപ്പറ്റിയൊരു ടോക്കൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നല്ല, ഹെബ്രായിക്ക് എഴുതപ്പെട്ട ലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വചനം വായിച്ച് കേൾപ്പിക്കാം. ഹെബ്രായർ 8:3. പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. വലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി എന്താ പറഞ്ഞത്? പ്രധാന പുരോഹിതന്മാർ. ഇപ്പോൾ ഫിലോസഫി പഠിക്കുന്ന സമയം 2 വർഷമാണ് ഫിലോസഫി ധർമാറാം കോളേജിൽ ബാംഗ്ലൂർ. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയർ ആവാനായിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് 2 മാസം ഒരു മുടക്കുണ്ട്, ലീവ്. അത് നാട്ടിലേക്ക് വരാൻ പറ്റില്ല, അവിടെ തന്നെയാണ് ഞങ്ങളുടെ താമസം. അപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ ഇങ്ങനെ വെക്കേഷൻ സമയമായതുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടംപോലെ സമയമാണ്. അപ്പോൾ ഒരു ബ്രദർ എനിക്ക് ഒരു പുസ്തകം കൊണ്ടു തരികയാണ്. ഒരു ബിഷപ്പ് എഴുതിയ പുസ്തകം, ഒരു പിതാവ് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം ഞാനിങ്ങനെ വായിക്കുകയാണ്. സന്യാസികൾക്കൊക്കെ പറ്റിയൊരു പുസ്തകമാണ്. ആ പുസ്തകം വായിക്കുമ്പോൾ ആ പിതാവ് എഴുതി വച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്, എങ്ങനെ അർപ്പിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന നമുക്ക് അനുഭവമായി തീരുക. കണ്ടോ, ഇത് എഴുതി വെച്ച് ആകാംക്ഷയോടെ ആ പാരഗ്രാഫ് ഞാൻ വായിച്ചു. എങ്ങനെയാണ്, കാരണം എനിക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമല്ല. ഞാൻ സെമിനാരിൽ പോലും വിശുദ്ധ കുർബാന ഇടയ്ക്കിടയ്ക്ക് മുടങ്ങും. ഞാൻ മാത്രമല്ല, കുറേ പേരും അങ്ങനെ ഇഷ്ടംപോലെ പ്രദേശം മുടങ്ങും. കാരണം പലപ്പോഴും ഒരു കുർബാന ഒരു അനുഭവമായി തീരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ മുടങ്ങുന്നത്. കുർബാന ഒരു ഭാരമായി തീരുകയാണ്. കുർബാനയിൽ സമയം പോകുന്നില്ല. എന്തോരം സമയം എടുക്കണം കുർബാന. ഇതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഒരു അനുഭവമില്ല കുർബാന. മനസ്സിലായോ? വെറുതെ അവിടെ പോയി ഇങ്ങനെ കുത്തിപ്പോയിരിക്കും. എന്താ വെച്ച് കാഴ്ച നോക്കിയിട്ട് ഈ കുർബാനയിൽ യാനഹാളൊക്കെ അങ്ങനെ നോക്കി, പിന്നെ വേറെ ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കി, ആരൊക്കെ എന്തൊക്കെ ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്നത്, ആരൊക്കെ എന്തൊക്കെ ആഭരണങ്ങൾ ഇട്ടിരിക്കുന്നത്, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അങ്ങനെ എങ്ങനെയെങ്കിലും ആ കുർബാന ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നായിരിക്കും കുർബാനയിൽ അനുഭവമില്ലാത്ത ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നൊരു കാര്യമാണത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതൊക്കെ എൻ്റെയും അനുഭവമായിരുന്നു. നിങ്ങളെ ചിലരെ പോലെ എനിക്കും ഉണ്ടായിരുന്ന ഈ അനുഭവം. കുർബാന ഒരു അനുഭവമല്ല. കുർബാന നേരം വൈകി പോയാൽ അങ്ങനെയുള്ള വൈദികരെ കുറ്റം പറയുക, കുർബാനയിൽ പ്രസംഗത്തിന് കൂടിപ്പോയാൽ അതിനെ ചീത്ത പറയുക, വഴക്ക് പറയുക, അല്ലെങ്കിൽ കുർബാനയിൽ കുറച്ച് കൂടുതൽ പ്രാർത്ഥന ചെല്ലിയാൽ അപ്പോൾ അതിനെ വിമർശിക്കുക, കുറ്റം പറയുക. ഇതൊക്കെ നേരത്തെ തീർക്കേണ്ടതല്ലേ, ഇപ്പോൾ ഇത്ര സമയം എടുക്കണം, ഇങ്ങനെയൊക്കെ അച്ഛനത്തെ ബോധമല്ലേ, ഇതൊക്കെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് കുറേ പരിപാടി ചെയ്യാനുള്ളതല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കുക. അവർക്കൊന്നും വിശുദ്ധ കുർബാനയിലൊരു അനുഭവമില്ല. വിശുദ്ധ കുർബാന അനുഭവമാവുന്നില്ല അവർക്ക്. മനസ്സിലായോ? എന്നാൽ ഒരു നൊവേന ജില്ലയിൽ എന്താ അനുഗ്രഹം കിട്ടുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. മനസ്സിലായോ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇതുപോലെയാണ് നമ്മളൊരു പറയുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. ഒരു സഹോദരൻ കുറച്ച് ധ്യാനം മുമ്പ് ഒരു ഭാര്യയും ഭർത്താവ് ഇവിടെ വരികയാണ്. അപ്പോൾ സ്തുതിപ്പിനെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ഞാൻ സ്തുതിപ്പിനെ പറ്റി ക്ലാസ് താമസമുള്ള ധ്യാനത്തിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്തുതിപ്പിൻ്റെ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഈ 366ഓളം പേര് ധ്യാനിക്കുന്നുണ്ടായി. ഈ ധ്യാനക്കാരിൽ ഒരു വ്യക്തി, ആ വ്യക്തി എല്ലാ ദിവസവും പള്ളിയിൽ പോവും. എല്ലാ ദിവസവും പള്ളിയിൽ പോകുകയെന്ന് വെച്ചാൽ കുർബാനയ്ക്ക് പോവും. കുർബാനയിൽ ഏറ്റവും കുർബാനയ്ക്ക് പോവും. കുർബാനയിൽ പോയി സംബന്ധിക്കും. പക്ഷെ വാ തുറന്ന ഒരു വാക്ക് അദ്ദേഹം മിണ്ടില്ല, ആമേൻ പറയില്ല, അല്ലെങ്കിൽ കൊച്ചു സർവാദേവന ശബ്ദമുയർത്തി പാട്ട് അല്ലെങ്കിൽ അതിൻ്റെ പറയില്ല. ഈ വേണ്ട സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന അത് പറയില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനയൊക്കെ കുറേ എന്താ പറയുക, വൈദികനും ചെല്ലണം, അതിന് റീപ്ലൈ ആൻസർ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ, കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. അവിടെ പോയിരിക്കും. കുർബാന കഴിയുമ്പോൾ അയാൾ എനിക്ക് പോരും. ഇങ്ങനൊരാൾ ഈ സമൂഹത്തിൽ ഇരിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. ആ വ്യക്തിയുടെ ഒരു അടയാളം കൂടി പറഞ്ഞു തരാം. ആ വ്യക്തിക്ക് വർഷങ്ങളായി കോടതി കേസുള്ളൊരു വ്യക്തിയാണ്. വലുത് ഹല്ലേലൂയ. അടയാളം കൂടി പറയുക. ആ വ്യക്തിയുടെ കോടതി കേസ് അവസാനിക്കുന്നില്ല. കാരണം അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നില്ല, ഒന്നും റീപ്ലൈ പറയുന്നില്ല, ദൈവത്തെ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കോടതി കേസ് അവസാനിക്കാത്തത്. ഇങ്ങനെ വിളിച്ചു പറയാം. ആ വ്യക്തി ഈ ക്ലാസ് കഴിയുമ്പോൾ സംഗീതത്തിൽ എന്നെ വന്ന് കാണാൻ പറഞ്ഞു. വരുന്ന ഭാര്യയും ഭർത്താവും കൂടിയിട്ട് എന്നെ കാണാൻ സംഗീതത്തിലേക്ക്. അവർ വന്ന് പറഞ്ഞു, ഭാര്യയാണ് പറയുന്നത്, അച്ഛാ ഇതാണ് എൻ്റെ ഭർത്താവ്. അച്ഛൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആൾ ഈ നിൽക്കുന്ന ഭർത്താവാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പോവും. പിന്നിലൊരു ബെഞ്ച്, അവരുടെ ഇടവപ്പള്ളിയിൽ പിന്നിൽ ബെഞ്ചിട്ടിട്ടുണ്ട്. ആ ബെഞ്ചിന്മേൽ പോയിരിക്കും. ഒരു കമാന്നൊരു അക്ഷരം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരില്ല.
ഇങ്ങനെ ഇരിക്കും, കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ അതേ ഇരിക്കും. അതിനുശേഷം കുർബാന കഴിയുമ്പോൾ അയാൾ എണീറ്റ് പോരും. ഒരു അക്ഷരം വായെന്ന് എന്തെങ്കിലും ഒന്നും വരില്ല. അവിടെ പോയി ഇരിക്കുക, അയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, അവിടെ ഇരിക്കുന്നു. കുർബാന കഴിയുമ്പോൾ എണീറ്റ് പോരുന്നു, വീണ്ടും ഏറ്റവും ദിവസം ഇരിക്കുന്നു, എണീറ്റ് പോരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കോടതി കേസ് ഉണ്ടോ? കോടതി കേസ് ഉണ്ടോ അച്ഛാ? എത്ര വർഷമായി? 6 വർഷമായിട്ടുള്ള കോടതി കേസാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഈ കോടതി കേസ്, എന്തിൻ്റെ പേരിലുള്ള കേസാണ്? ആ സഹോദരി പറഞ്ഞു, അച്ഛാ പോക്സോ കേസാണ് അച്ഛാ, പോക്സോ. അപ്പോഴേക്ക് ഈ മനുഷ്യൻ, അച്ഛാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, ഞാനൊന്നും ചെയ്തതല്ല, അത് ആ കുട്ടി ഇങ്ങനെ കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ്, അത് ഞാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല. ഇയാൾ കണ്ണ് നിറയാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തിൻ്റെ തോളി തട്ടിയിട്ട് പറഞ്ഞു, ചേട്ടാ അതല്ല അച്ഛൻ ചോദിക്കുന്നത്, എന്തെങ്കിലും സംഭവിച്ചില്ലേ, ചേട്ടൻ അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് എന്തെങ്കിലും ആവട്ടെ, അറിയാതെ ചെയ്തതാണ് അറിഞ്ഞു ചെയ്തതാണ് എന്തെങ്കിലും ആവട്ടെ, ആ കേസ് എന്താ പറയുക അവസാനിക്കാൻ ദൈവം സഹായിക്കും. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട്. പക്ഷെ ചേട്ടൻ കർത്താവ് പറയുന്നത് കേട്ടില്ലേ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, പക്ഷെ ആ കുർബാനയുടെ ഫലം വാങ്ങിയെടുക്കാൻ ഈ ചേട്ടന് സാധിക്കുന്നില്ല. മനസ്സിലായോ? എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, മനസ്സിലായോ? എല്ലാ ദിവസം കുർബാനയ്ക്ക് പോയി അച്ഛൻ പഠിപ്പിക്കണ പോലെ നിങ്ങൾ കുർബാന കണ്ടിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു പക്ഷേ നിങ്ങളൊരു എന്താ പറയുക ഒരു പ്രാർത്ഥനയും ചെല്ലില്ല, കുർബാന മാത്രമായിട്ട് ഒതുങ്ങും. അതിന് അത്രമാത്രം അനുഗ്രഹമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുക. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വെറുതെ പുസ്തകം വായിച്ചിട്ടോ വേറെ ഏതെങ്കിലും ടോക്ക് കേട്ടിട്ടോ പറയുന്നതല്ല കേട്ടാ. അത്ര എങ്ങനെയാണ് കുർബാന അർപ്പിക്കേണ്ടതെന്ന് അറിയാം. അതാണ് ആ പാട്ട് നമ്മെ പഠിപ്പിക്കണേ. അൽത്താരയിൻ അനുതാപമോടെ ബലിയേകീടാൻ. കണ്ടോ, അനുതാപത്തോടെ വേണം വിശുദ്ധ ബലി അർപ്പിക്കുക. ഞാനൊരു പാപിയാണ്, ഈ അനുതാപത്തോടെ ബലി അർപ്പിക്കുമ്പോൾ എന്താണുള്ള ഗുണം എന്താണെന്നറിയോ? ശരിക്കും നമ്മുടെ പാപങ്ങൾ നമുക്ക് ഓർമ്മ വരികയാണ്. ഈ പാപങ്ങൾ ഓർമ്മ വരുമ്പോൾ നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കാനുള്ള കൃപ, സ്നേഹിക്കാനുള്ള കൃപ, മാപ്പ് ചോദിക്കാനുള്ള കൃപ, സംസാരിക്കാത്തവരായിട്ട് സംസാരിക്കാനുള്ള കൃപ, വിട്ടുകൊടുക്കാനുള്ള കൃപ, എളിമപ്പെടാനുള്ള കൃപ, എന്തോ ഈശോയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന കൃപ, വിമർശനം, തർക്കുത്തരം, തട്ടുത്തരം, എപ്പോഴും വായിരുത്ത തെറി പറയുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ മുറിപ്പെടുന്ന സ്വഭാവം, ഇങ്ങനെ എന്തെല്ലാം മേഖലയെന്നാണ് വിടുതൽ കിട്ടാമെന്നറിയോ? ദൈവത്തിൻ്റെ അതിഭയങ്കരമായ അഭിഷേകമാണ് കർത്താവ് നമ്മുടെ മേൽ വർഷിക്കുക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവ് എന്നിലൂടെ ഒത്തിരി ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. അത് അച്ഛൻ്റെ വിശുദ്ധി കൊണ്ടൊന്നല്ല പ്രവർത്തിക്കണേ, ഈ അനുതാപം നിറഞ്ഞ ഹൃദയമാണ്. അതാണ് ഇങ്ങനൊരു വചനമില്ലേ, അതാണ് സങ്കീർത്തനത്തിൽ 51 പറയുന്നില്ലേ, സങ്കീർത്തനം 51 ഒരു വചനം ഉണ്ടല്ലോ, ഉരുകിയ ഹൃദയമാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അത്രയോ കറക്റ്റാണ്. സങ്കീർത്തനം 51:17 ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, നുറുങ്ങിയ ഹൃദയത്തെ കർത്താവെ അങ്ങ് നിരസിക്കില്ല. അപ്പോൾ നുറുങ്ങിയ ഹൃദയത്തോടെ ഞാനൊരു പാപിയാണ് കർത്താവെ, എൻ്റെ വിഷമങ്ങൾ, വേദനകൾ, ബലഹീനതകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നീ ആ ബലിയിലൊന്ന് പങ്കെടുത്ത് നോക്കിയേ. അങ്ങനെ സമർപ്പിച്ച് അപ്പത്തോട് പിന്നോട് ചേർത്ത് അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്ത് ചേട്ടനോടോ ചേച്ചിയോടോ അയൽപ്പക്കാരോടോ മത്രാന്മാരോടോ വൈദികരോടോ സഭയോടൊക്കെ ദേഷ്യൻ്റെ അതൊക്കെ അതിലൂടെ അങ്ങോട്ട് പോവുകയാണ്. കാരണം എന്താ, നമ്മുടെ പാപങ്ങൾ നമുക്ക് ഓർമ്മ വരികയാണ്. അനുതാപത്തോടെ ആ ചുങ്കക്കാരനെ പോലെ മാറത്തടിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പേടിച്ചുകൊണ്ട്, കർത്താവ് ഞാൻ ഒരു പാവിയാണ്, എന്നോട് കരുണയായിരിക്കണേ, ഈ ഒരു മനോഭാവത്തോടെ നീ വിശുദ്ധ ബലി പങ്കെടുത്ത് നോക്കിയേ. നീ കുർബാനയിൽ സമർപ്പിക്കുന്നതെല്ലാം ദൈവം നിനക്ക് സാധിച്ചു തരും. വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഈ സഹോദരനോ ഒന്നും മിണ്ടുന്നില്ല. നിൻ്റെ ഈ പോക്സോ കേസും കോടതി കേസും എല്ലാ കേസും അവസാനിക്കും. അതിന് നീ വിശുദ്ധ കുർബാനയിൽ ആ കേസ് സമർപ്പിക്കണം. അപ്പത്തോടെ മിഞ്ഞോട് ചേർത്ത് നിൻ്റെ ഈ പോക്സോ കേസ് നീ സമർപ്പിക്കുന്നുണ്ടോ? 6 വർഷമായില്ലേ നീ മുടങ്ങാതെ വിശുദ്ധ ബലി പങ്കെടുക്കണേ. എന്നിട്ട് നിനക്ക് എന്ത് കിട്ടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട്? ഒരു മണ്ണാങ്കട്ടിയും കിട്ടിയില്ലല്ലോ. കാരണം എന്താ, അവിടെ പോയി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ നിൻ്റെ ബലി പൂർത്തീകരിക്കും? ഇതാണോ ദൈവം ആഗ്രഹിക്കുന്ന ബലി? മനസ്സിലായോ? വാ തുറന്ന് പാട്ട് പാടണം, പ്രാർത്ഥിക്കണം, സ്തുതിക്കണം. അവിടെ അതിൽ കരുണയ്ക്ക് വേണ്ടി എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണേന്നറിയോ? ദൈവമേ അങ്ങനെ കാരുണ്യത്തിനോട് എന്നോട് എൻ്റെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയുന്നതൊക്കെ എത്ര പ്രാർത്ഥനകൾ അതിൽ ചെല്ലുന്നുണ്ട്. അതിലൊന്നും ഈ ചേട്ടൻ സഹകരിക്കുന്നില്ല. കണ്ടോ, കർത്താവ് ഒരു മെസ്സേജ് തരാണ്. മനസ്സിലായോ? കർത്താവ് ഒരു സന്ദേശമായി തരികയാണ്. സ്ഥിരം വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ആൾക്ക് വർഷങ്ങളായി കോടതി കേസുണ്ട്,
ആ കോടതി കേസ് അവസാനിക്കാത്തതിൻ്റെ കാരണം ഇയാൾ കുർബാനയിൽ ഒന്നും സമർപ്പിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, വായ തുറന്നൊന്നും മിണ്ടുന്നില്ല, സ്തുതിക്കുന്നില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? എന്നാൽ ഇതിന് പകരം വേറൊരു സഹോദരിയുടെ സാക്ഷ്യം നിങ്ങൾ ഇതിന് പറ്റിയൊരു വചനഭാഗമാണ് എൻ്റെ പ്രിയ സഹോദരൻ അച്ഛൻ. നിങ്ങൾക്ക് ഇവിടുന്ന് നവംബർ മാസത്തെ സാക്ഷ്യപത്രം കിട്ടാതിരിക്കുന്നു കിട്ടും, അല്ലാതെ അവർ കിട്ടിയവർ വായിച്ചു നോക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ ഈ ഒരു എഡിറ്റോറിയൽ പോലെ അച്ഛൻ എഴുതിയ സന്ദേശം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയോളോ. അതിൻ്റെ അവസാനത്തിൽ ഇവിടെ ആദ്യത്തെ സാക്ഷ്യം തന്നെ ഇങ്ങനെയാണ്: ഒരു ബ്രസ്റ്റ് ക്യാൻസർ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു, ആനിയുടെ മാനസിക സംഘർഷത്തിൽ കർത്താവ് ഇടപെടുന്നു. സ്നേഹമുള്ളവരെ, അത് ഈ താമരശ്ശേരി രൂപതയിൽപ്പെട്ട വെറ്റിലപ്പാറ എന്ന സ്ഥലത്ത് ഒരു വൺ ഡേ കൺവെൻഷൻ, ആ വെറ്റിലപ്പാറ പള്ളിയുടെ 50-ാം വാർഷികമോ മറ്റോ ഏതൊരു വാർഷികമായി പ്രമാണിച്ച് പോവുകയാണ്. നമ്മുടെ റിമിജിയസ് പിതാവിൻ്റെ തന്നെ ഇടവകയാണ്. പിതാവ് തന്നെയാണ് നേരിട്ട് അച്ഛനോട് പറഞ്ഞത് ഒരു വൺ ഡേ കൺവെൻഷൻ നടത്താൻ. അങ്ങനെ അവിടുത്തെ വികാരിച്ചിനും കൂടി വിളിച്ച് ഏറ്റവും സ്നേഹത്തോടെ അവിടെ പോയി. അങ്ങനെ ഉച്ച എനിക്ക് തോന്നുന്നു ഒരു 2:30-3 മണി മുതൽ 8-9 മണി വരെയുള്ളൊരു കൺവെൻഷനായിരുന്നു. അങ്ങനെ ഈവനിങ്ങിനാണ് അവർ വെച്ചത്. കാരണം ആളുകൾക്ക് കൂടുതൽ പങ്കെടുക്കാനായിട്ട് അവരുടെ ഇടവകയുടെ ജൂബിലിയാണ്. അപ്പോൾ അങ്ങനെ ആ കൺവെൻഷൻ വെച്ചപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് 30-നായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യം ഒരു എന്താ പറയുക, ഈ കൺവെൻഷൻ, പിന്നെ വിശുദ്ധ കുർബാന, ഇങ്ങനെയൊക്കെയായിട്ട് ആരാധന, അങ്ങനെയൊക്കെയാണ് നമ്മളവിടെ അറേഞ്ച് ചെയ്തത്. അങ്ങനെ അവിടെ ചെന്ന് കുർബാനയോ മറ്റോ ചൊല്ലി അത് കഴിഞ്ഞ ശേഷമുള്ള ഒരു വിടുതൽ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവ് തന്ന സന്ദേശം ഈ അച്ഛൻ്റെ 10:15 വിടുതൽ പ്രാർത്ഥനയിൽ വിളിച്ചു പറഞ്ഞതുപോലെ വിളിച്ചു പറയുകയാണ്: ഒരു ബ്രസ്റ്റ് ക്യാൻസർ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവിടെ മിനി എന്ന പേരിലൊരു മകള്, ചെറുപ്പക്കാരി പെങ്കൊച്ച്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിത് വായിച്ചു നോക്കിയാൽ മതി, അത് അറിയാം. അപ്പോൾ ആ പെൺകുട്ടി അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അവൾ, ഭർത്താവ്, 2 ചെറിയ കുട്ടികൾ. അങ്ങനെ ആ നഴ്സാണ് ഈ മകൾക്ക് ബ്രസ്റ്റിൽ തടിപ്പോ മറ്റു അസ്വസ്ഥത പോയി ചെക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കി. ഒരു 99.5% ബ്രസ്റ്റ് ക്യാൻസറാണത്. മനസ്സിലായോ? കാരണം അത് ബ്രസ്റ്റിൻ്റെ എല്ലാ മേഖലകളിലേക്കും അതിൻ്റെ വേരുകൾ വ്യാപിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? ഇനി മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് കളയുക, എന്തോ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ സഹോദരി നല്ല നഴ്സും പെങ്കൊച്ചാണ്. ഇവൾക്ക് ഇതിൻ്റെ കാര്യം, ഇവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടേഴ്സ് പരിശോധിച്ചു. അവർ ഡോക്ടർമാരൊരു സമൂഹം തന്നെ ഒന്നിച്ചുകൂടി അവർ ചർച്ച ചെയ്തു ഇതിനെ പറ്റിയിട്ട്. കാരണം ഇവർക്കറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് അപ്പോൾ അവരെല്ലാവരും ഒരു 99% ഇത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്, അതിൽ മാറ്റമില്ല. കാരണം അതുപോലെയാണ്, അത് എല്ലായിടത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ വേരുകളൊക്കെ. അതിൻ്റെ മറ്റേ സയൻറ്റിഫിക് വേർഡുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ അത് ഓപ്പറേഷന് മുമ്പായിട്ടാണ്, ഓപ്പറേഷൻ്റെ തലേദിവസം മറ്റോ ആണ് നമ്മുടെ കൺവെൻഷൻ അവിടെ നടക്കുക. അപ്പോൾ ഈ കൺവെൻഷനിൽ ഈ സഹോദരി വന്ന് പങ്കെടുക്കുകയാണ്. അത് പിറ്റേ ദിവസമാണ് അതിൻ്റെ ഓപ്പറേഷൻ അല്ല, അതിൻ്റെ ടെസ്റ്റോ മറ്റു കാര്യങ്ങൾ നടക്കുന്ന ദിവസം. അപ്പോൾ ഇത് തലേ ദിവസം 30-ാം തീയതി ആ പിന്നിൽ, ഈ പള്ളിയുടെ ഏറ്റവും പിന്നിൽ വന്നിരുന്ന് ഈ സഹോദരിയെ പ്രാർത്ഥിക്കുകയാണ്, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ബ്രസ്റ്റ് ക്യാൻസർ സുഖപ്പെടുത്തണേ. വളരെ ചെറുപ്പം പെങ്കൊച്ച്, 2 കുഞ്ഞു കുട്ടികൾ, ഒരു കുട്ടിയോ മറ്റോ ഉള്ളൂ. അതുപോലെ പ്രാർത്ഥിക്കുക, ഈശോനെ തൊടണേ, സുഖപ്പെടുത്തണേ, തന്നെ ഈ വാക്ക് മാത്രം, എന്നെ സുഖപ്പെടുത്തണേ, കർത്താവേ എന്നെ തൊടണേ, മനസ്സുരുകി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അച്ഛൻ വിളിച്ച് പറയുക, ഒരു ബ്രസ്റ്റ് ക്യാൻസർ രോഗിയെ സൗഖ്യപ്പെടുന്നു. ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഇതിന് സന്തോഷമായി. പക്ഷേ ഇത് ചിന്തിക്കുകയാണ്, ഈ ഇടവേയിൽ വേറെ ആളുകളും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന, കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, അവർക്കും ഉണ്ടാവില്ലേ ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ. ഇനി അവരുടെ കാര്യങ്ങാനായിരിക്കും അച്ഛൻ വിളിച്ച് പറഞ്ഞത്. ഇത് ഒരു സംശയം. അപ്പോൾ ഇത് വിശ്വസിച്ചെങ്കിലും അതിനൊരു, കർത്താവ് എൻ്റെ പേരൊന്ന് പറയുമോ, എൻ്റെ പേര് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ വിശ്വാസമോ, എൻ്റെ പേര് ചൊല്ലി വിളിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കുന്നൊന്ന് പറയുമോ. ഇത് വീണ്ടും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ വിടുതൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വചന ശുശ്രൂഷ നടന്ന, ഇപ്പം നമ്മളെ ഇതേ ശൈലിയാണ് അവിടെയും. വിടുതൽ പ്രാർത്ഥന കഴിഞ്ഞു, മെസ്സേജൊക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അച്ഛനിങ്ങനെ പ്രസംഗം പറയുകയാണ്. പ്രസംഗമൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, നമുക്ക് ആരാധനയ്ക്ക് എൻറ്റുക എന്ന് പറഞ്ഞു. എല്ലാവരും എൻറ്റ് നിന്നു ആരാധനയാണ്. ഈ ആരാധനാ സമയത്ത് മെസ്സേജുകൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പോയിപ്പോൾ എല്ലാ മെസ്സേജും പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. ബ്രദേഴ്സും എല്ലാ അച്ഛനും മാറി പറഞ്ഞ് എല്ലാം അവസാനിച്ചു. ഇതോരോന്നും ചിന്തിക്കും, തന്നെ പറ്റി ഇപ്പോൾ പറയും, എൻ്റെ പേര് ഇപ്പോൾ പറയും, എവിടെ ഒന്നുമില്ല. അവസാനം എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഈ സഹോദരി പറയുക, ഏറ്റവും അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞ മെസ്സേജ് ഇതാണ്: ആനിയുടെ മാനസിക സംഘർഷത്തിൽ, ഇങ്ങനെയാണ് പറഞ്ഞത്, ആരാ ആനി? ഈ ആനിയുടെ മാനസിക സംഘർഷത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ആരാ ആനി എന്നിങ്ങനെ വെറുതെ ചോദിക്കുകയാണ് ഞാൻ.
ആരാ ആനി? ഈ ആനിയുടെ മാനസിക സംഘർഷത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ടെന്ന് പറയല്ലേ. ഇതിന് വന്നൊരു സന്തോഷം, ഇതിന് വന്നൊരു വിശ്വാസം. അത് കഴിഞ്ഞുള്ള സംഭവങ്ങൾ പിന്നീട് എൻ്റെ പേരെടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അന്നേ ദിവസം ആ കൺവെൻഷനിൽ ക്യാൻസർ പൂർണ്ണമായി സൗഖ്യപ്പെടാനും വരാനിരിക്കുന്ന ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവ് ആവാനും ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. കൂടാതെ സെപ്റ്റംബർ 2 നടന്ന അത്ഭുതങ്ങളുടെ ജപമാല കണ്ണീരോടെ പ്രാർത്ഥിച്ചിരുന്നു. സെപ്റ്റംബർ 3 റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സെപ്റ്റംബർ 16 സർജറി ചെയ്ത് മുഴ എടുത്തു മാറ്റി. സർജറിക്ക് ശേഷം വന്ന റിപ്പോർട്ടിൽ ട്യൂമർ ബിനൈൻ ട്യൂമർ ആയിരുന്നു. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ. 2 തരത്തിലെ ട്യൂമറുണ്ട് എന്തൊക്കെയും ഞങ്ങൾ പറയുന്നുണ്ട്. 2 തരത്തിലെ ട്യൂമർ ഉണ്ട് കേട്ടോ. ഇത് മിനിയൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ല, സാധാരണ ഒരു ട്യൂമറാണ്. ആ ട്യൂമർ എടുത്ത് കളഞ്ഞാൽ ആ രോഗം മാറി. അത് സാധാരണ ട്യൂമറാണെന്ന് ആ ചെക്കപ്പിലൂടെ മനസ്സിലായി. ക്യാൻസറിൻ്റേതായ ഒരു സെല്ലും എൻ്റെ ശരീരത്തിൽ അവശേഷിക്കുന്നില്ല. പരിപൂർണ്ണ സൗഖ്യം നൽകി കർത്താവിനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടോ? മാനസിക സംഘർഷം, അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലിയെന്ന്. ഇങ്ങനെയാണ് ബലി അർപ്പിക്കേണ്ടത്. അതാണ് 2008 ധർമ്മരാം കോളേജിൽ ആ പുസ്തകം വായിച്ചപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പലർക്കും വിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ കാരണം നമ്മൾ കുർബാനയിൽ ഒന്നും സമർപ്പിക്കുന്നില്ല എന്നതാണ്. കുർബാനയിലേക്ക് ഒന്നും സമർപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് പലർക്കും വിശുദ്ധ കുർബാന അനുഭവമായി തീരുന്നില്ല. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിന് സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവന് അത്യാവശ്യമായിരുന്നു. പ്രഭാഷകൻ 35:6 പറയുക, വെറും കൈയോടെ ഒരിക്കലും ദൈവത്തെ സമീപിക്കരുത്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. വെറും കൈയോടെ ഒരിക്കലും ദൈവത്തെ സമീപിക്കരുത്. മനസ്സിലായോ? കുർബാനയിലേക്ക് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ പാപബോധം ആദ്യം സമർപ്പിക്കുക. അപ്പോൾ എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിക്കും. എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യമായി നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ പാപങ്ങളാണ്. നമ്മുടെ പാപങ്ങൾ നമ്മൾ കർത്താവിൻ്റെ ബലിയിലേക്ക് അപ്പത്തോട് വീഞ്ഞിനോട് ചേർത്ത് സമർപ്പിക്കണം. നമ്മുടെ വെറുപ്പും വിദ്വേഷവും വാശി വൈരാഗ്യവും ജഡികാസക്തിയും എല്ലാ മേഖലകളും തഴക്കദോഷങ്ങളും നമുക്കറിയാവുന്ന രഹസ്യ പാപങ്ങളും എല്ലാം പിന്നെ സമർപ്പിക്കണം. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, അതൊക്കെ രണ്ടാമതും മൂന്നാമതായിട്ടാണ് സമർപ്പിക്കേണ്ടത്. ആദ്യം സമർപ്പിക്കേണ്ടത് ആ ചുങ്കക്കാരനെ പോലെ, കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യനാണ്. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ പാപികളിൽ ഒന്നാമനാണ് കർത്താവേ. ഇങ്ങനൊരു അനുതാപം പത്രോസ് പറഞ്ഞില്ലേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, ഇനി നകന്നു പോണേ കർത്താവേ. ഇങ്ങനൊരു ധൂർത്തപത്രം പറഞ്ഞില്ലേ, കർത്താവ് ഞാനൊരു പാപിയാണ്, എന്നോട് കരുണയായിരിക്കണേ. കണ്ട് ചുങ്കക്കാരൻ പറഞ്ഞില്ലേ, ഇവരെ പോലെ ഒരു പാപബോധം നമുക്ക് വരണം. പാപബോധം. ഈ പാപബോധത്തോടെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, പാപബോധത്തോടെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, പാപബോധത്തോടെ ജപമാലയിൽ പങ്കെടുക്കുമ്പോൾ, പാപബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹം കർത്താവ് വ്യക്തിയിൽ വർഷിക്കും. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ വന്ന വചനഭാഗം അതാണ്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു. കണ്ടോ, ഈശോയുടെ ഇടതുവശത്ത് കിടന്ന കള്ളൻ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തു അല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവനെ ശകാരിച്ചു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയല്ലേ നിനക്കും ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ. യേശു അവനോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോ കുരിശിൽ കിടന്ന് മരിക്കുകയാണ്. ഒരാൾ വലതുവശത്ത്, ഒരാൾ ഇടതുവശത്ത്. ഇടതുവശത്തുള്ളവൻ ദുഷിച്ച് പറയുകയാണ്. അവനാണ് നമ്മുടെ ഫരിസേയൻ്റെ മനോഭാവമുള്ളവനാണ്. അവൻ്റെ വിചാരം അവനത് വലിയ കാര്യം ചെയ്ത ആളാണെന്നാണ്. അദ്ദേഹം പറഞ്ഞു, നീ നമ്മളൊക്കെ ഇത്രയും നല്ല ആൾക്കാരായിട്ടാണ് നമ്മൾ തൂക്കിക്കൊല്ലുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെയും രക്ഷിക്കുക. ഇത് പറയാണ്. മനസ്സിലായോ? എന്നാൽ ആ വലതുവശത്തുള്ള കള്ളൻ, നല്ല കള്ളൻ എന്ന് വിളിക്കപ്പെടുന്ന ആൾ, അദ്ദേഹം അനുതാപത്തോടെ ആ മറ്റേ കള്ളനോട് പറയുക, നീ എന്തെങ്കിനെയൊക്കെ പെരുമാറണേ? നമ്മുടെ ശിക്ഷ ന്യായമാണ്. നമ്മൾ എത്ര പേരെ കൊന്നിട്ടുണ്ട്, നമ്മൾ എത്ര തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് ചെയ്യാൻ അർഹരാണ്, നമുക്ക് ഈ ശിക്ഷ കിട്ടാൻ നമ്മൾ അർഹരാണ്. നമ്മൾ പാപികളാണ് കേട്ടോ. അന്ന് ഈ മനുഷ്യൻ അങ്ങനെയല്ല കേട്ടോ, ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. ഇതാണ് കുർബാനയിൽ വേണ്ട ബോധ്യമാണത് കേട്ടോ. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാവേണ്ട ബോധ്യം. ഫിലിപ്പിയൊക്കെ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരെ താല്പര്യം കൂടി പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായി മനോഭാവം നമുക്കുണ്ടായിരിക്കണം എന്ന് പറയുക.
എന്താ മനോഭാവം? ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല, തന്നെ ശൂന്യനാക്കി എന്നാണ് പറയുക. വലുത് പറഞ്ഞ് ഹല്ലേലൂയ. ആണ്ടോ, മനസ്സിലായോ? അദ്ദേഹം അങ്ങനെ അതാണ് ഈ ശൂന്യത വരണം കുർബാനയിലെ. സ്വയം താഴ്ത്തണം, തന്നെ താഴ്ത്തുന്നവൻ ദൈവം ഉയർത്തും. ഇതൊക്കെ അച്ഛന് ഭയങ്കര അനുഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുർബാനയിലേക്ക് ഇങ്ങനെ നമ്മുടെ പാപങ്ങളും നമ്മുടെ ബലഹീനതയും, ഒരു റിട്രീറ്റ് സെൻ്റർ തുടങ്ങാനുള്ള യോഗ്യതയോ കഴിവോ നേതൃത്വം കൊടുക്കാനുള്ള കഴിവോ ഒന്നുമില്ല. ഒരു ധ്യാനം നടത്താനോ ഒരു പ്രസംഗം പറയാനോ അല്ലെങ്കിൽ വേറെ എന്തിനോ ഒന്നുമില്ലാതെ എന്നെ അറിയുന്നവർക്കോ എൻ്റെ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് എന്നെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം. സെമിനാറിലായിരിക്കുമ്പോൾ എപ്പോഴും അതിനുള്ള യോഗ്യതയോ കഴിവോ ധൈര്യമോ ശക്തിയോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ കഴിവ് കുറവ് നമ്മൾ കർത്താവിലേക്ക് സമർപ്പിച്ച് നോക്കിയേ, നമ്മുടെ പാപാവസ്ഥയിൽ അതിനൊരു യോഗ്യതയുണ്ടോ, മറ്റുള്ള വചനം അതൊക്കെ സമർപ്പിച്ച് നോക്കി കർത്താവ് നമ്മെ എടുത്തുയർത്തുകയാണ് ചെയ്യുക. കണ്ടോ, ആ നല്ല കള്ളൻ അദ്ദേഹത്തിൻ്റെ പാപം ദൈവത്തിൻ്റെ സമർപ്പിച്ച് കർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ എളിമപ്പെടുത്തി ഈശോയുടെ മുമ്പിൽ, ഈശോയെ ഞാൻ ഒരു പാപിയാണ് കേട്ടോ, നീ സ്വർഗത്തിൽ പോകുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർത്തോളോട്ടോ, ഇങ്ങനെ പറഞ്ഞോളോ, എന്നെയും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളോട്ടോ. അങ്ങനെയല്ല, നീ ഒന്ന് സ്വർഗത്തിലൊക്കെ ആയിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർത്തോളോട്ടോ, ഞാൻ സ്വർഗത്തിലൊന്നും ആയിരിക്കില്ല, ഞാൻ അത്രയും വലിയ പാപിയാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഈശോ പറയുകയാണ്, അവനെ തിരിഞ്ഞു നോക്കിയിട്ട്, നീ ഞാൻ ഓർക്കുക മാത്രമല്ല, നീയും എൻ്റെ കൂടെ ഇന്നേ ദിവസം സ്വർഗത്തിലായിരിക്കും. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അച്ഛൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് ബോധ്യം വരുന്നത് അച്ഛനറിയില്ല. ഈ പാട്ടിൻ്റെ വരികൾ അൾത്താരയിൽ അനുതാപത്തോടെ ബലി, മനസ്സിലായോ? അനുതാപത്തോടെയുള്ള ആ ബലിയുടെ ശക്തി, അതാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 15-ാം തിരുവചനം. യെശയ്യാ 57:15. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധനെന്ന നാമം വഹിക്കുന്നവൻ അരുൾ ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുക, അനുതാപികളുടെ ഹൃദയം, കണ്ടോ, പശ്ചാത്തപിക്കുന്നവരുടെ ഹൃദയം, വിനീതരുടെ ആത്മാവ്, എളിമപ്പെടുത്തുന്നവരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുകയാണ്. കണ്ടോ, ദൈവം എന്തുമാത്രം ഇഷ്ടപ്പെടണമെന്നറിയാം എളിമയുള്ളവർക്കല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ, അഹങ്കാരിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം തിരുവചനം, കർത്താവ് അരുൾ ചെയ്യുന്നു, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അവളിത് പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുന്ന മനോഭാവമുള്ളവനെയാണ് ഞാൻ കടാക്ഷിക്കുക. മനസ്സിലായോ? വളരെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ ശ്രദ്ധിച്ചോട്ടോ. ഒരാൾക്ക് മലദ്വാരത്തിൽ ക്യാൻസറാണ്. ആ വ്യക്തിക്ക് മലദ്വാരത്തിൽ ക്യാൻസർ വരാനുള്ള കാരണം എന്താണെന്നറിയോ? അയാൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? സന്ദേശമാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ വ്യക്തി. നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കാം, ഇത് ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്നവരിലുണ്ടായിരിക്കാം. മലദ്വാരത്തിൽ ക്യാൻസർ ഉള്ളവരൊക്കെ ആലോചിച്ച് നോക്കുക, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ടോ? കടപ്പെട്ട ദിവസങ്ങളിൽ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ടോ? ഞായറാഴ്ച കുർബാനയ്ക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? കുർബാനയ്ക്ക് പോകാറുണ്ടോ? നീ അതിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? വാ തുറന്ന് യേശുവേ നന്ദി, യേശുവേ സ്തുതി പറയാറുണ്ടോ? കർത്താവിൻ്റെ കരുണയായിരിക്കണമെന്ന് പറയാറുണ്ടോ? മനസ്സിലായോ? നിൻ്റെ സഹോദര സ്നേഹം എങ്ങനെയാണ്? ഈ പാട്ടിൽ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നീ ജീവിക്കാറുണ്ടോ? മനസ്സിലായോ? ഈശോ ബലിയർപ്പിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചൊരു ജീവിതം ഒരു യാഗമായി തീർക്കാറുണ്ടോ? സഹോദര സ്നേഹം ഉണ്ടോ നിനക്ക്? മനസ്സിലായോ? നീ വിശുദ്ധ കുർബാനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കാറുണ്ട്? മലതാരത്തിൽ ക്യാൻസറുള്ള ആൾ ആലോചിച്ച് നോക്ക്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഇതേ വീണ്ടും ആലോചിച്ച് നോക്കിക്കോ, മക്കളുടെ വിവാഹം നടക്കുന്നില്ല. മക്കളുടെ വിവാഹം നടക്കാത്തവർ ആലോചിച്ച് നോക്ക്, ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കാറുണ്ട്? ഒരു സഹോദരനെ കാണിക്കുകയാണ്. ആ സഹോദരൻ്റെ മക്കളുടെ വിവാഹം നടക്കില്ല. കാരണം എന്താ? അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അദ്ദേഹം വിശുദ്ധ കുമ്പസാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. കുമ്പസാരിച്ചിട്ട് 1 വർഷത്തിലധികമായി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കുമ്പസാരിച്ചിട്ട് 1 വർഷത്തിലധികമായി. കുമ്പസാരം പോലും ഇല്ല ആ ചേട്ടന്, അല്ലെങ്കിൽ ആ ചേച്ചിക്ക്. അവരുടെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല. മെസ്സേജാണ് കേട്ടോ അച്ഛൻ പറയണേ. അപ്പോൾ വിവാഹം നടക്കാത്ത മക്കൾ ഉള്ള മാതാപിതാക്കൾ ആലോചിച്ച് നോക്കുക, ഞാൻ കുമ്പസാരിക്കാറുണ്ടോ? അൽത്താരയിൽ അനുതാപമോടെ ബലിയേകിടാം. അനുതാപത്തിൻ്റെ കൂദാശിയാണ് കുമ്പസാരം. കുമ്പസാരിച്ചിട്ടാണോ ഞാൻ ബലിയർപ്പിക്കാൻ വരാറ്? അനുതാപത്തോടെയാണ് ഞാൻ ബലിയർപ്പിക്കാറ്? മറ്റുള്ളവരൊക്കെ വിമർശിച്ചും പുച്ഛിച്ചും നാണിച്ചും ഇങ്ങനെ കളിയാക്കിയിട്ടൊക്കെയാണ് നിൻ്റെ ബലിയർപ്പണം? അത് കർത്താവ് ഞാനൊരു പാപിയാണ് കണ്ണീരൊഴുക്കിക്കൊണ്ടാണോ?
ഇന്നലെ ഇവിടെ വിശുദ്ധ കുർബാന പിതാവ് അർപ്പിക്കുമ്പോൾ എത്ര പേരാണ് കണ്ണ് നിറഞ്ഞത് സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും നന്ദി കൊണ്ടും. മനസ്സിലായോ? കുർബാന ഞങ്ങൾ സമർപ്പിച്ച് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, സഭയ്ക്ക് വേണ്ടി ജീവിക്കണം, അനേകം ഈശോയിലേക്ക് അടുപ്പിക്കണം, അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ ഈ ധ്യാനത്തിലൂടെയും സംഭവിക്കണം. കർത്താവിന് വേണ്ടി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യണം. ഈ ഒരു ഇങ്ങനെ സ്നേഹം കൊണ്ട് നിറയണം വിശുദ്ധ ബലി അർപ്പിക്കുക. അല്ലാണ്ട് നീ എന്തിട്ട് ആലോചിച്ചിട്ട് വിശുദ്ധ കുർബാന പങ്കെടുക്കണം? പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേണ്ടോ? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കരുണയ്ക്ക് വേണ്ടി. കർത്താവ് ഞാൻ പാപിയാണ്. ഇതാണ് നിങ്ങൾക്കുള്ള മറ്റൊരു സന്ദേശം. നിങ്ങളിത് പോയി വായിച്ചു നോക്കുക. മലയാളം വായിക്കാൻ അറിയുന്നവരൊക്കെ ഒരു അനുഭവം പറഞ്ഞ അവസാനിപ്പിക്കുക. ഇവിടെ ജിത്തു എന്ന മകൻ്റെ സാക്ഷ്യം ഇവിടെ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ ഭക്ഷണം കഴിച്ചാലുടൻ വയറിന് ബുദ്ധിമുട്ട് വരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, ആ സാക്ഷി ഇങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് ഒന്ന് സ്തുതിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ സാക്ഷി ഇങ്ങനെയാണ്. ഈ ജിത്തു എന്ന പേരുള്ള മകനും ആ മകൻ്റെ അപ്പനും അമ്മയും കൂടെ ഇവിടെ ധ്യാനിക്കാൻ വന്നു. അവരിവിടെ ധ്യാനിക്കാൻ വന്ന് ഒരു താമസമുള്ള ധ്യാനം. അങ്ങനെ വന്ന് ഞായറാഴ്ച ദിവസം രാത്രി തന്നെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അവൻ ആ ചക്കൻ്റെ പ്രത്യേകത എന്താ? പയ്യൻ്റെ പ്രത്യേകത. ആ പയ്യൻ്റെ പ്രത്യേകത ഇതാണ്. അവൻ മാൾട്ടയിലായിരുന്നു. മാൾട്ടയിൽ യൂത്താണ് കേട്ടോ. മാൾട്ടയിൽ ജോലി ചെയ്യുക. കല്യാണം കഴിഞ്ഞിട്ടില്ല. മാൾട്ടയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സമയം അവന് വയറുവേദന പിടിക്കുകയാണ്. എന്ത് ഭക്ഷണം കഴിച്ചാലും വയറുവേദന, വയറിളക്കം, ഛർദി. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ കുറേ അവൻ അവിടെ ചികിത്സ ചെയ്തിട്ടൊന്നും രക്ഷയില്ല. അപ്പോൾ അവൻ നീണ്ട ലീവ് എടുത്ത് അദ്ദേഹം മെഡിക്കൽ ലീവോ മറ്റ് ലീവ് എടുത്ത് നാട്ടിലേക്ക് വന്ന് പോകാത്ത ഹോസ്പിറ്റലിലില്ല. ആദ്യം സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ, പിന്നെ വേറെ ഹോസ്പിറ്റൽ, പിന്നെ തൃശ്ശൂർ വേറെ വലിയൊരു ഹോസ്പിറ്റൽ. ഇങ്ങനെ മാറി മാറി ചികിത്സയിൽ പോയി. എവിടെ ഒരു മാറ്റില്ല. സ്കാനിങ് ചെയ്ത് എക്സ്റേ എടുത്ത് പരിശോധനകളെല്ലാം പരിശോധിക്കേണ്ട മാക്സിമം കഴിഞ്ഞു. അപ്പോൾ എന്താ വേണ്ട പ്രശ്നം? ഇവൻ്റെ വൻകുടലിൽ തൊലി പോവുകയാണ്. വൻകുടലിൽ തൊലി പോകുന്നു. പിന്നെ ഇവൻ്റെ ആമാശയത്തിൽ നീർക്കെട്ട്, പിന്നെ ഹെർണിയ, ഇങ്ങനെ കുറേ രോഗപീഠകൾ കണ്ടെത്തുകയാണ്. എന്നതൊന്നും മാറുന്നില്ല. ഈ പയ്യന് ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റണില്ല. എത്ര മരുന്ന് കഴിച്ചിട്ട് കുറേ ദിവസം പല സ്ഥലത്തൊക്കെ അഡ്മിറ്റായി. ഇതിങ്ങനെ ശോഷിച്ച് ഒരു പെൻസിൽ പോലെയായി ഈ പയ്യൻ. അങ്ങനെ ഇവർ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി എവിടേക്ക് കൊണ്ടുപോകും, എവിടെ ചികിത്സ ചെയ്യും എന്ന് ഒന്നും ചെയ്യാനില്ല. രോഗതാണെന്ന് അറിയാം, പക്ഷെ മരുന്ന് ഫലിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവരുടെ ബന്ധു പറഞ്ഞോ, അതെ ഏൽറുഹയിൽ പോയി ആ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ ഈ നിൻ്റെ രോഗം മാറും. എത്രയും പെട്ടെന്ന് ഏൽറുഹയിൽ പോയി ധ്യാനം കൂടാൻ പറഞ്ഞു. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ പറയാൻ കാരണം എന്താ? ആ സഹോദരി അങ്ങനെ പറയാൻ കാരണം ആ സഹോദരിയുടെ ഒരു കാലിന് നീട്ടം കുറവാണ്. ജന്മനാ കാലിന് നീട്ടം കുറവാണ്. ഇവരുടെ ബന്ധുവാണ്. ആ ചേച്ചി ഒരു 35 വയസ്സ് ഉണ്ടായിരിക്കാം. ആ സഹോദരി ഇവിടെ വരികയാണ്. ആ സഹോദരി ഇവിടെ ധ്യാനിച്ചപ്പോൾ ഇവിടുന്ന് വിളിച്ച് പറയുകയാണ്, ജന്മനാ കാലിന് നീട്ടം കുറവുള്ള ഒരാളുടെ കാല് കർത്താവ് വലിച്ചു നീട്ടുന്നു എന്ന് വിളിച്ച് പറയുകയാണ്. ആ സഹോദരി ഈ ഞായറാഴ്ച ദിവസം വിളിച്ച് പറഞ്ഞത് വ്യാഴാഴ്ച ദിവസം സാക്ഷ്യപ്പെടുത്താണ്. എൻ്റെ കാലിന് ജന്മനാ നീട്ടം കുറവായിരുന്നു. എന്നെ എൻ്റെ അപ്പൻ വിളിക്കാറ് കൊക്ക് എന്നാണ് വിളിക്കാറ്. കാരണം എൻ്റെ കൊക്ക് എപ്പോഴും ഒറ്റക്കാലുമല്ല നിൽക്കുക. അങ്ങനെ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും എന്നെ വിളിക്കുക കൊക്ക് എന്നാണ്. അങ്ങനെ ഈ ജീവിതകാലം മൊത്തം ഞാൻ കൊക്ക് എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുക. അങ്ങനെ ഇവിടെ വന്നപ്പോഴും ഞാൻ ഒറ്റക്കാലം നിന്നുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അപ്പോഴാണ് ഇവിടുന്ന് ഒരു ബ്രദർ വിളിച്ച് പറഞ്ഞത്, ഈ ജന്മനാ കാലിന് നീട്ടം കുറവുള്ള ഒരു കാല് കർത്താവ് വലിച്ചു നീട്ടുന്നുവെന്ന്. എൻ്റെ ആ ആരാധന കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, എന്നെ പറ്റിയല്ലേ ഇവിടെ വിളിച്ച് പറഞ്ഞത്. പിന്നീട് എനിക്ക് ഒറ്റക്കാലം നിൽക്കാൻ പറ്റുന്നില്ല. സാധാരണ ഒറ്റക്കാലം നിൽക്കുമ്പോഴാണ് എനിക്ക് ബലം കിട്ടാറ്. പക്ഷേ എനിക്ക് ഒറ്റക്കാലം ഇത്രയും വർഷം ജന്മന ഒറ്റക്കാലം നിന്ന് പഠിച്ച ആൾ ഇപ്പോൾ ആൾക്ക് ഒറ്റക്കാലം നിൽക്കാൻ പറ്റുന്നില്ല. 2 കാലം നിൽക്കുമ്പോഴാണ് ബലം കിട്ടുക. എന്താണ് സംഭവം? ആ നീട്ടം കുറവുള്ള കാല് കർത്താവ് വലിച്ചു നീട്ടി മറ്റേ കാല് വലിയാക്കി. വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കണില്ലേ? നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലല്ലോ. അതുപോലെയുള്ള അത്ഭുതങ്ങളാണ് ഈ ഏൽറുഹയിൽ നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായോ? കർത്താവ് കാലിൻ്റെ ആ നീട്ടം വലിച്ചു നീട്ടി. മനസ്സിലായോ? നീട്ടക്കുറവ്. ഇപ്പോൾ ആ അത്ഭുതം ഇന്നലെയും നടന്നിട്ടുണ്ട്. ഇന്നലെയും മിഞ്ഞാന്നും ആ അത്ഭുതം അവിടെ നടന്നിട്ടുണ്ട്. താമസമുള്ള ധ്യാനത്തിൽ നീട്ടം കുറവുള്ളവരുടെ കാല് കർത്താവ് വലിച്ചു നീട്ടുകയാണ്. ഉയരം കുറവുള്ള ആളുടെ ഉയരം കർത്താവ് കൂട്ടി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള സന്ദേശങ്ങൾ അവിടെ വിളിച്ചു പറയുക. ഉയരം കുറവുള്ള ആൾക്കാരെ ഈ ആരാധന കഴിയുമ്പോൾ തന്നെ ഉയരമായി. മനസ്സിലായോ? കർത്താവ് അവരുടെ ഉയരം കൂട്ടി കൊടുക്കുകയാണ്. ഈ ഉയരം പ്രായത്തിനനുസരിച്ച് ഉയരമില്ലാത്തവരൊക്കെ കർത്താവ് ഉയരമുള്ളവരാക്കി മാറ്റുന്ന അനുഭവങ്ങളാണ് പല ആരാധനയ്ക്ക് നമ്മൾ വിളിച്ചു പറയുന്ന മെസ്സേജാണത്. വിളിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരിയുടെ ബന്ധുവാണ്. ആ സഹോദരി പറഞ്ഞിട്ടാണ് ജിത്തുവും അപ്പനമ്മയും വരിക. ഞായറാഴ്ച ദിവസം വന്ന് കയറിയപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞു, ഈ ഭക്ഷണം കഴിച്ചാലുടൻ വയർ അപ്സെറ്റ് ആവുന്ന, ലൂസ് മോഷൻ വരുന്ന, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു പോകുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. അവൻ്റെ അപ്പനമ്മ ഇത് കേട്ട് അവനത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി. അവൻ വേറെ ഒന്നും കഴിച്ചില്ല. 8 മാസമായിട്ട് പൊടിയരിക്കഞ്ഞാണ് കഴിച്ചുകൊണ്ടിരിക്കുക. പൊടിയരിക്കഞ്ഞി
അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച അവൻ കൗൺസിലിങ്ങിന് പോയി. കൗൺസിലിങ്ങിന് പോയപ്പോൾ ബ്രദറോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ആ ബ്രദർ പറഞ്ഞു, കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, നീ തിരിച്ചേക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങിക്കോ, കർത്താവ് നിനക്ക് സൗഖ്യം തരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തി വിട്ടു. പക്ഷെ അവൻ ഭക്ഷണം കഴിക്കാൻ പോയില്ല. കാരണം എന്താ, അവൻ ഭക്ഷണം കഴിച്ച ഉടനെ അവന് വയറിളക്കം വരും. അപ്പോൾ അവൻ ഭക്ഷണം ഇങ്ങനെയൊന്നും എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം അവൻ്റെ അപ്പനമ്മയും കൗൺസിലിങ്ങിന് പോവുകയാണ്. അപ്പനമ്മയും കൗൺസിലിംഗ് പോയി ഇരുന്നപ്പോൾ തന്നെ ആ ബ്രദർ ചോദിച്ചു, മകനെ ഓർത്ത് ഒത്തിരി വിഷമിച്ചിട്ടാണല്ലോ വന്നിരിക്കണേ? അപ്പോൾ അവർ പറഞ്ഞു, ശരിയാണ് ബ്രദറെ, ഞങ്ങൾ മകനെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെട്ടാണ് ഞാൻ ഇതിന് വന്നിരിക്കണേ. എന്താണ് മകന് എന്താ ബുദ്ധിമുട്ട്? അവന് 8 മാസത്തോളമായി വയറുവേദനയും വയറിളക്കമാണ്. ഇത്രയൊക്കെ ചികിത്സ ചെയ്തിട്ട് ആർക്കും ഒന്നും പിടുത്തം കിട്ടുന്നില്ല. ഇതൊക്കെയാണ് അവൻ്റെ രോഗങ്ങൾ, പക്ഷേ ചികിത്സ ചെയ്തിട്ട് മാറുന്നില്ല. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചു പറഞ്ഞു, അവൻ മുസ്ലിം പള്ളി പോകാറുണ്ടോ? മുസ്ലിം പള്ളി പോയിട്ട് അവിടുന്ന് കുറേ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിച്ചതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, വലുതും അറിയോ? അവർ പറഞ്ഞു, ആൾക്കറിയില്ല, അവനോട് പോയി ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അവർ ഓടിപ്പോയി ചോദിച്ചു, എടാ നീ മുസ്ലിം പള്ളി പോകാറുണ്ടോ? അവിടെ നിന്നുള്ള വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉടനെ അവൻ പറഞ്ഞു, ഉവ്വ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. എവിടെ വെച്ചിട്ട്? മാൾട്ടയിൽ വെച്ചിട്ട്. ഉണ്ടോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ പയ്യൻ എന്ത് ചെയ്തു? ഇവനോട് പറഞ്ഞു, ഈ അപ്പനമ്മയും പറഞ്ഞു, നീ ഇത് കുമ്പസാരിച്ചോളോ. ശരി, ഞാൻ കുമ്പസാരിക്കാം. ചൊവ്വാഴ്ച 2:30 കുമ്പസാരം. അവൻ പോയി കുമ്പസാരിച്ചു, എല്ലാം കുമ്പസാരിച്ചു. പക്ഷേ ഇത് മാത്രം കുമ്പസാരത്തിൽ പറയാൻ മറന്നുപോയി. കണ്ടോ? അങ്ങനെ ബുധനാഴ്ച ദിവസം ഓടി വന്നിരിക്കുകയാണ് അവൻ രാവിലെ. അച്ഛാ, എനിക്ക് കുമ്പസാരിക്കണം. പക്ഷേ എന്തിനാ? അല്ല, ഞാൻ നിന്റെ പാപങ്ങൾ മറന്നുപോയി, അതൊന്നും കുമ്പസാരിക്കാനാണ്. ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ കുമ്പസാരിപ്പിക്കുക അച്ഛന്മാർ വളരെ ബുദ്ധിമുട്ടാണ്, അച്ഛനും തിരക്കാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ 9 മണിക്ക്, വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് കുമ്പസാരമുണ്ട്, അപ്പോൾ കുമ്പസാരിച്ചാൽ മതി. അല്ല അച്ഛൻ ഇപ്പോൾ കുമ്പസാരിക്കുന്നതുകൊണ്ട് ആ ചക്കൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ ഏതായാലും ഇന്നലെ കുമ്പസാരിച്ചപ്പോൾ ഈ പാപം മനഃപൂർവ്വം പറയാതിരുന്നതാണോ? അവൻ പറഞ്ഞു, അല്ല അച്ഛാ, ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതല്ല, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഏതാ പാപമെന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ മനഃപൂർവ്വം പറയാതെ പോയതല്ലല്ലോ, മറന്നുപോയതല്ലേ, നാളെ രാവിലത്തെ കുമ്പസാരത്തിൽ പറഞ്ഞാൽ മതി. ഇന്ന് വൈകിട്ട് കുർബാന സ്വീകരിച്ചോ, ഈശോയുടെ വാക്ക് കൊടുക്കുക, ഈശോയെ നാളത്തെ കുമ്പസാരത്തിൽ ഞാൻ പറയൂട്ടോ, ഇങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ട് നീ കുർബാന സ്വീകരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ പോയി. അവൻ അന്ന് ബുധനാഴ്ച ആന്തരിക ശാരീരിക സൗഖ്യ ആരാധനയാണ്. അന്ന് ഈ ആരാധന അതിശക്തമായി നമ്മുടെ എൽറുഹ താമസുള്ള ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് ബുധനാഴ്ച ദിവസത്തെ ആരാധന, ആന്തരിക ശാരീരിക സൗഖ്യ ആരാധന. ഈ ആരാധനയുടെ ഏറ്റവും അവസാനം എല്ലാവരും സൈലൻ്റായിട്ടിരിക്കുമ്പോൾ ഇവിടുന്ന് കർത്താവ് തരുന്ന സന്ദേശങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കർത്താവേ, നീ എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു, എത്ര പേരുടെ കാര്യങ്ങളാണ് വിളിച്ചു പറയണേ, എൻ്റെ കർത്താവേ, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത് ഈ പയ്യൻ ചിന്തിക്കുകയാണ്. ഈ യൂത്ത് പയ്യൻ ചിന്തിക്കുകയാണ്, കർത്താവേ, നീ എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല? മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നീ വിളിച്ചു പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നീ ഈ 3 ദിവസമായിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത്? ഇങ്ങനെ പറയല്ല, ഒരു ബ്രദർ ഇവിടുന്ന് വിളിച്ചു പറയുകയാണ്, എന്തേ കർത്താവേ, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരനോട് കർത്താവ് ചോദിക്കുന്നു, നീ മുസ്ലിം പള്ളി പോവുകയും അവിടെ നിന്നുള്ള വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തണം. വലുത് നീ ഹല്ലേലൂയ. നീ മുസ്ലിം പള്ളി പോവുകയും അവിടെ നിന്നുള്ള വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടേ ഞാൻ നിന്നെ സുഖപ്പെടുത്തണം. ഈ പയ്യൻ പറയാണ്, അത്ഭുതപ്പെട്ടു പോയി. ഇവനെ പറ്റിയാണ് പറയുന്നത്. ഇവൻ ആ സമയത്ത് പറയുക, കർത്താവേ കരുണയായിരിക്കണേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തത്, എനിക്ക് അറിയില്ലായിരുന്നു അത് തെറ്റാണെന്ന്. ഞാൻ അവിടെ നിന്നൊരു ഭക്ഷണമല്ല എന്ന് കരുതി, അതെല്ലാവരും സ്നേഹിക്കാനല്ലേ കർത്താവ് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കരുതി അവൻ പോയി അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. എനിക്കറിയില്ല എന്ന് കർത്താവ്, അത് 1-ാം പ്രമാണം എങ്ങനെയാണെന്ന്. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, നാളത്തെ കുമ്പസാരത്തിൽ ഞാനത് പറയാം, ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ അനുതാപത്തോടെ, കണ്ടോ, അൽത്താരയിൽ അനുതാപമോടെ ബലിയേകിടാം. കണ്ടോ, അവൻ അനുതാപത്തോടെ ആ ആരാധനയിൽ പങ്കെടുത്തപ്പോൾ ഉടനെ തന്നെ ആ വിളിച്ചു പറഞ്ഞ അതേ ബ്രദർ അടുത്ത സെൻറ്റൻസ് വിളിച്ചു പറയുകയാണ്, വൻകുടലിൽ തൊലി പോകുന്ന ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഉടനെ തന്നെ അച്ഛൻ വിളിച്ചു പറയുകയാണ്, ആമാശയത്തിൽ നീർക്കെട്ടുള്ളൊരു മകനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഉടനെ വീണ്ടും ആ ബ്രദർ വിളിച്ചു പറയുകയാണ്, ജിത്തു എന്ന പേരുള്ള മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് 3 ഒരാൾ തന്നെയാണ്. മനസ്സിലായി? ഇവൻ്റെ അപ്പൻ അമ്മ എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നതേ ധ്യാനം രാത്രി ആരാധന കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ പോയി, എല്ലാ ഭക്ഷണം കഴിച്ചു, ഒരു കുഴപ്പമില്ല. 8 മാസത്തിന് ശേഷം പിറ്റേ ദിവസം വ്യാഴാഴ്ച ബീഫും കപ്പയും കിട്ടി, അതെല്ലാം വാരി വലിച്ച് കഴിച്ചു, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 2 മാസത്തിലധികമായി. എൻ്റെ സഹോദരങ്ങളെ, അവൻ്റെ അനിയത്തി ഇന്നലെ അവിടെ ധ്യാനത്തിൽ പങ്കെടുത്ത് പോയി. അവൻ്റെ അപ്പനമ്മയും പാലക്കൽ കൺവെൻഷന് വന്നിട്ടുണ്ടായി. ഇപ്പോഴൊക്കെ അവൻ തന്ന ദശാംശം കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ പോയി ജിത്തു?
അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ അവൻ ദേ മാൾട്ടേക്ക് തിരിച്ചുപോയി. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നലത്തെ കഴിഞ്ഞു പോയ ധ്യാനത്തിൽ അവൻ്റെ അനീതി വന്നിട്ടുണ്ടായിരുന്നു. അനീതിയോട് ചോദിച്ചു, എന്തുണ്ട് അവൻ ഇപ്പോൾ വയ്യൊന്നുമില്ലേ? ഒരു കുഴപ്പമില്ല അച്ഛാ, ഇപ്പോൾ ഇതേ ആൾ മാൾട്ടയിൽ ജോലി ചെയ്യുകയാണ്. പുള്ളി പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അനുതാപത്തോടെ എളിമയോടെ വേണം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും ആരാധിക്കാനും. ഞാനെന്ന പാവത്തോടെ എങ്ങനെ എന്തോ മറ്റുള്ളവരൊക്കെ പുച്ഛിച്ചോ കളിയാക്കിയിട്ടോ മറ്റുള്ളവരൊക്കെ മെച്ചപ്പെട്ടവനാണ് മെച്ചപ്പെട്ടവളാണെന്നുള്ള ചിന്താഗതിയോടെയല്ല നമ്മൾ ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്താനോ കുർബാന അർപ്പിക്കാനോ വരേണ്ടത്. ഈ അനുതാപം വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്നറിയോ? അത് എളിമ വരാണ്, എളിമപ്പെടലാണതേ. അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുകയാണ്. എത്ര വലിയ ദ്രോഹം ചെയ്തവരോടും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക കൃപ നമുക്ക് ലഭിക്കുകയാണ്. കർത്താവ് ഒരു പാപിയാണ്, എൻ്റെ തൊട്ടയൽപ്പത്തുള്ള ഇത്രയും പേരിൽ പങ്കെടുക്കുന്നത് അവരൊക്കെ എത്രയോ വലിയവരാണ്, ഞാനൊരു പാവിയാണ്. കർത്താവ് ഇങ്ങനെ എളിമപ്പെടുത്തുക. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ നിന്നെ തന്നെ താഴ്ത്തുക. കർത്താവിൻ്റെ കൃപയ്ക്ക് നീ ഈ പാത്രമായി തീരും. എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുതാപത്തോടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്താറിയിൽ അനുതാപത്തോടെ ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുതാപത്തോടെ ഒരു ബലി അർപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. അനുതാപത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുതാപം നിറയട്ടെ, പാപബോധം നിറയട്ടെ, പശ്ചാത്താപം നിറയട്ടെ, മാനസാന്തരം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും നമ്മൾ കേട്ട വചനത്തിന് അഭിഷേകം നിറയട്ടെ. സാക്ഷ്യപത്രം വിതരണം ചെയ്യുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ, ഞങ്ങളെ ശിക്ഷിക്കരുത്. ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവ്വീരുമായി തെറ്റുകളോട് ക്ഷമിക്കണമേ, കടങ്ങളെ ഞങ്ങൾ അവിടുത്തെ സ്വന്തമായി സ്വീകരിച്ച് അവിടുത്തെ അരുവിയിലൂടെ നയിക്കണമേ. കർത്താവേ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. യേശുവേ എന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ.